Namaskaram, good morning. Welcome to Ada 24/7 Malayalam channel. Ellarkum swagatham to the editorial session, daily editorial session. And today we are going to discuss the Hindu Editorial of 9th December 2021. അപ്പോൾ ഇന്നത്തെ എഡിറ്റോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇന്നത്തെ അനാലിസിസ് നോക്കാൻ ആർട്ടിക്കിൾസിലെ അനാലിസിസ് നോക്കുന്നു. ഇംഗ്ലീഷ് വൊക്കാബ്സ് ആൻഡ് ഗ്രാമർ സ്ട്രക്ചേഴ്സ്. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ റെഗുലർ പാറ്റേൺ. ആദ്യം നമ്മൾ വൊക്കാബ്സ് ആണ് നോക്കുക, ഇഡിയംസ്, ഫ്രേസസ്. അതിനുശേഷം നമ്മൾ നേരെ പോയി സിനോണിംസ്, ആന്റണിംസ്, റിലേറ്റഡ് വേർഡ്സ്. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അനാലിസ് ചെയ്യും ഇന്നത്തെ ആർട്ടിക്കിൾ. ആൻഡ് അതിനുശേഷം നമ്മൾ സ്പോട്ട് ദർ ക്വസ്റ്റ്യൻസ്. ഇന്നത്തെ ഹോംവർക്കും തരും. ഓക്കെ, സോ നമ്മുടെ റീഡിംഗ് കോംപ്രിഹെൻഷൻ ഇംപ്രൂവ് ചെയ്യാൻ, നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ, സ്പീക്കിംഗ് സ്കിൽസ്, കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് എല്ലാത്തിനും നിങ്ങൾ ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ആൻഡ് വൊക്കാബ് എൻട്രി ചെയ്യാം, ഗ്രാമർ സ്ട്രക്ചേഴ്സ്. അപ്പോൾ പ്രാക്ടീസ് ഡെയിലി ആൻഡ് ലെറ്റ് സ്റ്റാർട്ട് അവർ സെഷൻ. ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, യെസ്, നമുക്ക് തുടങ്ങാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് 12% ഡിസ്കൗണ്ട് ഉണ്ട് നമ്മുടെ എല്ലാ കോഴ്സുകൾക്കും, ടെസ്റ്റ് സീരീസിനും ഇ ബുക്കിനും ഒക്കെ. അപ്പോൾ ആർക്കെങ്കിലും ഇ ബുക്ക്, ടെസ്റ്റ് സീരീസ് ഒക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പർച്ചേസ് ചെയ്യാം അഡാ 24/7 ഓക്കെ, അപ്പൊ വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് വഴിയോ ചെയ്യാം. അപ്പൊ ആപ്പ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. ada247.com എന്ന വെബ്സൈറ്റിൽ കയറിയാലും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കിട്ടും. അപ്പൊ മറക്കണ്ട, എന്റെ കോഡ് Y314. നമുക്ക് +2 മെയിൻസിന്റെ ബാച്ച് വരുന്നുണ്ട്. ഈ 15-ാം തീയതി നമ്മൾ +2 മെയിൻസിന്റെ ബാച്ച് ആരംഭിക്കുകയാണ്. അപ്പൊ റിസൾട്ട്സ് ഒക്കെ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ വേഗം ജോയിൻ ചെയ്യുക നമ്മുടെ കൂടെ. അതുപോലെ നമ്മൾ KTETന്റെ ഒരു ബാച്ച് വരുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുള്ള അധ്യാപകർക്ക് ജോയിൻ ചെയ്യാൻ ഞങ്ങളുടെ കൂടെ. അതുപോലെ തന്നെ HCയുടെ പ്രാക്ടീസ് ബാച്ച് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഒരാഴ്ച ആവുന്നു. അപ്പോൾ ആർക്കെങ്കിലും ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. 3 ക്ലാസ്സസ് ആയിട്ട് ഡെയിലി പോകുന്നുണ്ട്. കൂടാതെ ബിവറേജ് കോർപ്പറേഷൻ മുനിസിപ്പൽ കോമൺസ് LDയുടെ നമ്മൾ ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ +2 മെയിൻസിന് ഇനി ഇപ്പൊ നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന് മാത്രം ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്കുകൾ അവൈലബിൾ ആണ്, സ്പെഷ്യൽ ടോപ്പിക്കുകൾ മാത്രമായിട്ട്. അപ്പോൾ ഉണ്ടെങ്കിലും ജോയിൻ ചെയ്യാൻ മറക്കണ്ട. കോഡ് യൂസ് ചെയ്താൽ 12% ഡിസ്കൗണ്ട് ലഭിക്കും. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, യെസ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ കോഡ്. ഡ്രീംസ് ഡോണ്ട് വർക്ക് അൺലെസ് യു ഡു. ഓക്കെ, ഡ്രീംസ്, നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ? ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിലുള്ളവരായിരിക്കും നമ്മളെല്ലാവരും. അപ്പൊ ഡ്രീംസ് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? യു ഹാവ് ടു ഡു സംതിങ്. എന്തെങ്കിലും കാര്യം ചെയ്താലേ ആ ഡ്രീംസ് വർക്ക് ചെയ്യുള്ളൂ. സോ ഡ്രീംസ് ഡോണ്ട് വർക്ക് അൺലെസ് യു ഡു. ഇഫ് യു ഡോണ്ട് ഡു ഇറ്റ്, കേട്ടോ, നിങ്ങളൊരു കാര്യം ചെയ്തില്ലെങ്കിൽ നത്തിങ് വിൽ വർക്ക്. അത് കാര്യം ഓർത്ത് വെച്ചോളാം. സോ വിത്ത് ദാറ്റ് നോട്ട് ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ്. ഓക്കെ, യെസ്, അപ്പൊ ഇന്നത്തെ ആർട്ടിക്കിളിനെ പറ്റി പറയാം. 2 ആർട്ടിക്കിൾ ഉണ്ട്. ഒന്ന് നമ്മുടെ ഇന്റർനാഷണൽ ആയ ഒരു ആർട്ടിക്കിൾ ആണ് ഓൺ യു.എസ്. ബോയ്ക്കോട്ട് ചെയ്തു. നമ്മുടെ ബെയ്ജിങ്ങിലുള്ള നമ്മുടെ വിന്റർ ഒളിമ്പിക്സിനെ ബോയ്ക്കോട്ട് ചെയ്തു. ആര്? നമ്മുടെ US. അത് കഴിഞ്ഞ ദിവസം നടത്തിയൊരു ഡെമോക്രസി സമ്മിറ്റ് ഒക്കെ വെച്ചിട്ട് 100 കൺട്രീസോളം വന്നു. അങ്ങനെ എവിഡന്റ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ വരികയാണ് ഇന്ത്യ അല്ല, ചൈനയും US തമ്മിലുള്ള 2 സുപ്രീം പവേഴ്സ് തമ്മിലുള്ള ചെറിയൊരു വൈരി നമ്മുടെ ഇടയിൽ ഇങ്ങനെ വരികയാണ്. പക്ഷെ കംപ്ലീറ്റ്ലി ബോയ്ക്കോട്ട് ചെയ്തിട്ടില്ല, പാർഷ്യലി ബോയ്ക്കോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം വിന്റർ ഒളിമ്പിക്സിൽ അമേരിക്കൻ അത്ലീറ്റ്സ് പങ്കെടുക്കുന്നുണ്ട്. സോ അങ്ങനെ ഒരു കാര്യത്തെ പറ്റിയുണ്ട് ഇന്ന് ആർട്ടിക്കിൾ. ബട്ട് നമ്മൾ അതല്ല ഡിസ്കസ് ചെയ്യാം. നമുക്ക് വേറൊരു കാര്യമുണ്ട് അബൌട്ട് ഒമിക്രോൺ വേരിയന്റ് ഓഫ് വൈറസിനെ പറ്റിയുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ട് ഇന്ന്. നമുക്ക് നോക്കാം. ഓക്കെ, വി ഹാവ് ടു ടേക്ക് സീരിയസ് മെഷേഴ്സ്. അതിനെ പറ്റി നമുക്ക് നോക്കാം. സോ അപ്പോൾ ആദ്യത്തെ ഇഡിയംസ് ആൻഡ് ഫ്രേസസിലോട്ട് പോകാം. ഫസ്റ്റ് ടോപ്പിക് അതാണ്, നമുക്ക് നോക്കാം. യെസ്, ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പം ആദ്യത്തെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഇതാണ്. ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ്. ഞാൻ ഇന്നാളെ പറഞ്ഞിരുന്നു, ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് അല്ലെങ്കിൽ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞ ഒരു യൂസേജ് ഉണ്ട്, ഇഡിയം ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് രണ്ടും പറയൂ കേട്ടോ. ഇത് രണ്ടിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് മെത്തേഡ് ടു ഡീൽ വിത്ത് എ പ്രോബ്ലം. നമ്മുടെ മുമ്പിൽ ഒരു പ്രശ്നം, ഒരു പ്രതിസന്ധി, ട്രബിൾ ഇസ് ഹാപ്പനിങ്. And what do you have to do? The first primary or important method ഏതാണ്? നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ എഫക്റ്റീവ് ആയ ഫസ്റ്റ് മെത്തേഡ് ഏതാണ്? അതിനെ you will call it as first line of defense. നമ്മുടെ ആദ്യത്തെ തുറുപ്പ് ചീട്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ്. എന്തെങ്കിലും ഒരു പ്രോബ്ലം ആയിക്കോട്ടെ, മേ ബി എനിത്തിങ്, എന്തുവാ, ടു ടാക്കിൾ എ പ്രോബ്ലം, അതിന് നമ്മൾ പറയുന്ന പേരാണ് ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ്. ആദ്യമായിട്ടല്ല നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇതേ സാധനം നമ്മൾ ഒരു 1 week ago നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ അത് ഓർത്ത് വെച്ചോളാം, ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് എന്നുള്ളത്. അടുത്തത് സെറ്റ് ഓഫ് കേട്ടിട്ടുണ്ടാവുമായിരിക്കും. സെറ്റ് ഓഫ് ഇൻട്രാൻസിറ്റീവ് വേയിൽ നമ്മൾ സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ടു സ്റ്റാർട്ട് എ ജേർണി, ഒരു യാത്ര ആരംഭിക്കുക എന്നുള്ളതാണ്. യാത്ര ആരംഭിക്കുന്നത് തന്നെ നമ്മൾ സെറ്റ് ഓഫ്. ഫോർ എക്സാമ്പിൾ, വി സെറ്റ് ഓഫ്, സെറ്റിന്റെ പാസ്റ്റ് സെറ്റ് തന്നെയാണ്. അതുകൊണ്ട് വി ക്യാൻ യൂസ്
We set off early in the morning. രാവിലെ പുറപ്പെട്ടു, ഞങ്ങൾ രാവിലെ പുറപ്പെട്ടു. We set off എന്ന് പറഞ്ഞാൽ ജേർണിക്ക് പോയെന്നാണ് കേട്ടോ, അതിൽ മീനിങ് ഉണ്ട്. ഇറ്റ്സ് എ ഫ്രേസൽ വേർബ് അല്ലേ, അതുകൊണ്ട്. രണ്ടാമത്തെ ഒരു മീനിങ് കൂടെ ഉണ്ട്, cause someone to start doing something. ആരെങ്കിലും ഒരാളെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാം, അതിന് കാരണമാവുകയാണ് നിങ്ങൾ. You cause someone, you're telling someone, you're making someone to do to start doing something. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ നമ്മളൊന്ന് ഒരു ചെറിയൊരു പുഷ് ചെയ്യാം, കോസ് ചെയ്യാം. ദാറ്റ് ഈസ് വാട്ട് സെറ്റ് ഓഫ്. രണ്ട് മീനിങ് ഉണ്ട്, ഓർത്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഓർമ്മിക്കൂ, ഞാൻ ഇതാണല്ലോ പഠിച്ചത്, മറ്റേത് എനിക്ക് അറിയില്ലല്ലോ എന്ന് വിചാരിക്കരുത്. രണ്ട് മീനിങ്ങും ഉണ്ട്. സെറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസിറ്റീവ് ആയിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ഈ യൂസേജ്. ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒബ്ജക്റ്റ് ഉണ്ടാവും അതിന്റെ പുറകെ, സെറ്റ് സംതിങ് ഓഫ് എന്ന് വരും. ഓക്കെ, മറ്റേതാണെങ്കിൽ ഓർക്കുക, സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി സ്റ്റാർട്ട് എ ജേർണി എന്ന് തന്നെയാണ് അർത്ഥം. ഇൻ മീനിങ് അതിൽ ഇൻ ഹിഡൻ മീനിങ് ഉണ്ട് ഓൾറെഡി. ദാറ്റ്സ് ഇറ്റ്. സെറ്റ് ഓഫ്, കോസ് someone to start doing something. ഓക്കെ, ഓർത്ത് വെച്ചോളാം. Okay, the first line of defense to resist Omicron virus is to stay oneself isolated. Okay, great. All right. ഒരു പ്രശ്നം ഉണ്ടാകുന്ന സ്റ്റേ എന്ന വേർബ് ഇസ് ഇൻട്രാൻസിറ്റീവ്, അതിന് വൺസെൽഫ് എന്നുള്ള ഇതിന്റെ ആവശ്യമില്ല. ഇങ്ങനെ കൊടുത്താൽ മതി, ദ ഫസ്റ്റ് ഒബ്ജക്റ്റിന്റെ ആവശ്യമില്ല. ട്രാൻസിറ്റീവിനാണെങ്കിൽ ഒബ്ജക്റ്റ് മതി. അപ്പൊ എന്ത് കൊടുക്കണം എന്ന് അറിയാം, ദ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസ് ടു റെസിസ്റ്റ് ഒമിക്രോൺ വൈറസ് ഈസ് ടു സ്റ്റേ ഐസൊലേറ്റഡ്. ദാറ്റ്സ് എനഫ്. കേട്ടോ? All right, അടുത്തത് social distancing is the first line of defense to avoid the spread of COVID-19. നോക്കിക്കേ, എബില ഡിഫെൻസിന്റെ സ്പെല്ലിംഗ് ഉണ്ടോ? നൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ CE ആണ്, വേർബ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഡിഫെൻഡ് ചെയ്യാന്ന് പറഞ്ഞ വേർബ് ഇല്ലേ, അതേ മീനിങ് ആ. ഡിഫെൻസ് എന്ന വേർബ് ആയിട്ട് SC വന്നാൽ അത് വേർബ് ആണ്, അല്ലെങ്കിൽ അത് അമേരിക്കൻ യൂസേജ് ആയിപ്പോ. നമ്മൾ ഡിഫെൻസ് എന്ന നൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ CE ആണ് വേണ്ടത് കേട്ടോ, ഓർത്ത് വെച്ചു. അത് ബ്രിട്ടീഷ് യൂസേജിൽ, വി ആർ ഫോളോയിങ് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ്. അപ്പം നമുക്ക് ആ ഇംഗ്ലീഷ് കൃത്യമായിട്ട് നോക്കി പോകണം. ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോണം എല്ലാവരും. അടുത്താണ് സെറ്റ് ടു. സെറ്റ് ടു എന്ന് പറഞ്ഞാൽ ടു ബിഗിൻ ഡൂയിങ് സംതിങ് വിത്ത് ഡിറ്റർമിനേഷൻ. ഒരുപാട് താല്പര്യത്തോടെ, എന്തൂസിയാസത്തോടെ നമ്മളൊരു കാര്യം ചെയ്യാന്ന് വിചാരിച്ചു. യു സേ സെറ്റ് ടു എന്ന് പറഞ്ഞാൽ ബിഗിൻ ടു ഡൂയിങ് സംതിങ് വിത്ത് എന്തൂസിയാസം, വിഗർ, ഡിറ്റർമിനേഷൻ. വളരെ താല്പര്യത്തോടെ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുകയാണ്, തുടങ്ങിയുള്ളൂ. ടു ബിഗിൻ, തുടങ്ങുകയാണ്, ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുകയാണ്, അതിനാണ് സെറ്റ് ടു. ഓക്കെ, റൈറ്റ്, ഓർത്ത് വെച്ചോളൂ കേട്ടോ. എ കോംപ്രിഹെൻസീവ് vaccination drive is the first line of defense in combating pandemic situation. Okay, prevent dumping of plastic on water bodies. On water bodies allalo, in water bodies alle, water bodies ന്റെ ഉള്ളിൽ വെള്ളത്തിലല്ലേ ഇടുക, അപ്പൊ into water bodies കൊടുക്കുക കേട്ടോ. Dumping in water bodies is the first line of defense to control water pollution. Okay, പ്രിവെന്റ്, അങ്ങനെയല്ല, അങ്ങനെ കൊടുക്കരുത്. അപ്പൊ ജീനന്റെ സെന്റൻസ് ഒന്ന് സ്ട്രക്ചർ മാറ്റാം. പ്രിവെൻഷൻ ഓഫ് ഡംപിങ്, പ്രിവെന്റിങ് അല്ലെങ്കിൽ പ്രിവെന്റിങ്, അല്ലെങ്കിൽ ഇവര് പ്രിവെന്റ് ഡംപിങ് എന്ന് പറയുമ്പോൾ അതൊരു ഇതാവും, എന്താവും, ഇമ്പറേറ്റീവ് സെൻസ് ആവും. പ്രിവെന്റ് ഡംപിങ് ഓഫ് പ്ലാസ്റ്റിക് വേഴ്സ് ഇൻ വാട്ടർ ബോഡീസ് എന്ന് പറയുമ്പോൾ അത് കൊണ്ട് തന്നെ സെൻസ് കംപ്ലീറ്റ് ആയി. ഇനി അത് കംപ്ലീറ്റ് കൊടുക്കുന്നത് പ്രിവെൻഷൻ ഓഫ് എന്ന് കൊടുക്കുക. പ്രിവെൻഷൻ ഓഫ് ഡംപിങ് പ്ലാസ്റ്റിക് വേസ്റ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഓൺ വാട്ടർ, ഇൻ വാട്ടർ ബോഡീസ് is the first line of defense to control water pollution. അപ്പോൾ ഇവിടെ prevention എന്ന് കൊടുക്കുക, prevention of. Okay, the criminals has made a first line of defense during interrogation. Okay, interrogation spelling എന്താണെന്ന് അറിയോ ശരത്തെ? INTERROGATION, interrogation, വിചാരണ അല്ലെ. The criminal has made a first line of defense. Okay, അവിടെ ശരത്ത് ഉദ്ദേശിച്ചേക്കുന്ന ഡിഫൻസ് എതിർത്തു എന്നാണോ? എങ്കിൽ അത് തെറ്റാ. എതിർത്തു എന്നുള്ള ഇതിന്റെ അർത്ഥം ഇത് നോക്കിയേ, ഇമ്പോർട്ടന്റ് മെത്തേഡ് ടു ഡീൽ വിത്ത് എ പ്രോബ്ലം. എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ ഡീൽ ചെയ്യാൻ, ഒരു പ്രോബ്ലത്തിനെ ഡീൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എന്താ പറയാ, ഒരു വെപ്പൺ ആയിട്ടാണ് ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് എന്ന് പറയാം കേട്ടോ. സോ ഇവിടെ എനിക്ക് തോന്നുന്നു ശരത്ത് ഉപയോഗിച്ച രീതി, സെൻസ് മാറി. Indian helicopter crash as the first line of defense. Civilians rushed into buckets of water, rushed with buckets of water. Okay, great. അടുത്തത്, revisions are the first line of defense to crack competitive exams. Yes, are the first line of defense എന്നല്ല, revisions are the first line of defenses, first lines of defense കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ പ്ലൂറൽ 6 കൊടുത്തോണ്ട്, അല്ലെങ്കിൽ നിങ്ങളോട് റിവിഷൻ ഈസ് ദ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ്, റിവിഷൻ ഈസ് ദ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് എന്ന് കൊടുക്കുക കേട്ടോ അശ്വതി. Making awareness of the people is the first line of defense to treat the pandemic. Okay, the workers were set off to start the construction work early in the morning. Okay, all right. Strong mind is the first line of defense to tackle problems. But defensive spelling is Radhika, why not? Wearing mask is the first line of defense against COVID-19. Yes.
First line of defense for the improvement of working of KSRTC is to stop union activities. Okay, Lincoln was set off abolishing of slavery in USA. Okay, all right. Okay, facing anything bravely is the first line of defense to overcome struggles. Yes, my attitude is first line of defense towards her behavior. Okay, okay. To eradicate coronavirus, first line of defense is to vaccinate. All right, Shiny, great. Health department has set to face the atrocities of Omicron variant. All right, all right, all right. Okay, all right. The first line of defense in Mullaperia dam issue is to forge a new dam. Okay, build. Very good, Jaykrishnan. You remember that. Wearing mask is the first line of defense for COVID-19. Okay, he set off first line of defense. Okay, cost. Okay, yes, and it succeeded. All right. Set off in രണ്ട് മീനിങ് ഉണ്ട്. ഒന്ന് സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് എ ജേർണി, രണ്ടാമത്തത് ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ കാരണമാകുക. യു കോസ് സമ്മൺ, യു മേക്ക് സമ്മൺ ടു ഡു സംതിങ്, ഒരാളെ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് ഇതാക്കുക. യു മേക്ക് സമ്മൺ ടു ഡു സംതിങ്, അതിനെയാണ് സെറ്റ് ഓഫ് എന്ന് പറയാം. ഓക്കെ, അടുത്താണ് സൈൻ ഓഫ്. നമ്മൾ പറയില്ലേ ദിസ് ഇസ്, ഇനിയാള് സൈനിങ് ഓഫ് ഫ്രം എന്നൊക്കെ പറയില്ലേ. സൈൻ ഓഫ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു കാര്യം എൻഡ് ചെയ്യാം. ലെറ്റ് സൈൻ ഓഫ് ടുഡേ, ഇന്ന് നമുക്ക് നിർത്തിയേക്കാം, അല്ലെ ഇന്ന് നമുക്ക് നിർത്തിയേക്കാം. ലെറ്റ്സ് എൻഡ് ദിസ് എന്ന് പറയില്ലേ. സോ എന്റെ കോൺവെർസേഷൻ, എസ്പെഷ്യലി നമ്മൾ ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ അതിലൊക്കെ സൈൻ ഓഫ് ചെയ്യാന്ന് പറയുന്ന എന്റെ കോൺവെർസേഷൻ, അല്ലെങ്കിൽ സൈൻ ഓഫ് ചെയ്യാം അല്ലെ തന്നെ ഒരു ലെറ്ററിൽ നമ്മൾ അവസാനിപ്പിക്കുന്നതല്ലേ ഒപ്പിട്ടിട്ട്. സോ എന്റെ കോൺവെർസേഷൻ ലെറ്റർ എന്തുവാകാം, അതിന് സൈൻ ഓഫ് എന്നാ പറയാം. ഓക്കെ, അടുത്താണ് സ്റ്റോപ്പ് ഷോർട്ട്. സ്റ്റോപ്പ് ഷോർട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ഡൂയിങ് ഓർ സേയിങ് സംതിങ് സഡൻലി, പെട്ടെന്ന് നിർത്തും. ഒരു അബ്രപ്റ്റ് എൻഡിങ് ആണ്, കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, അതിന് മുമ്പേ നമ്മൾ നിർത്തി പോകും. എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് നിർത്തുന്നതിന് സ്റ്റോപ്പ് ഷോർട്ട് എന്ന് പറയും. ഓക്കെ, ആൻഡ് അടുത്ത ഒന്നാണ് സീസ് അപ്പോൺ. സീസ് അപ്പോൺ എന്ന് പറഞ്ഞാൽ സീസ് എന്ന് പറഞ്ഞാൽ ടേക്ക് ഹോൾഡ് ഓഫ്, ക്യാപ്ചർ എന്നുള്ള അർത്ഥമല്ലേ. എന്നാൽ സീസ് അപ്പോൺ എന്ന് പറഞ്ഞാൽ ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് സംതിങ്. മനസ്സിലായി? ടേക്ക് അഡ്വാൻറ്റേജ്, ഉപയോഗിക്കുകയാണ് നമ്മൾ ഒരാളെ. ഒരാളെ ഉപയോഗിക്കാലോ, ഒരു കാര്യം ഉപയോഗിക്കുക എന്നുള്ള അർത്ഥമാണ്. യൂട്ടിലൈസ് അല്ല, യു മീൻ ഇൻ എ നെഗറ്റീവ് സെൻസ്. സീസ് അപ്പോൺ, ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് സംതിങ്, ഒരു കാര്യത്തിനെ നമ്മൾ എന്താ മനസ്സിലായില്ലേ, ആവശ്യത്തിന് ഉപയോഗിക്കുക. ദാറ്റ് ഇസ് വാട്ട് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് സംതിങ്. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, Ram set to his preparation for exam. All right, great. All right. Kerala government sets to many projects for disposal of waste management system. Very good, Soumya. Government spelling നോക്കിയേ, സ്പെല്ലിംഗ് ശ്രദ്ധിക്കണേ. ടൈപ്പിംഗ് എറർ ആണെന്ന് തോന്നുന്നു. The ambassador has signed സ്പെല്ലിംഗ് നോക്കി ശരത്തെ, സിംഗ്ഡ് അല്ല, സൈൻഡ് ഓഫ് വിത്ത് ഹോപ്പ്ലെസ് ഡിപ്ലോമസി. ഡിപ്ലോമസിയുടെ സ്പെല്ലിംഗ് ടൈപ്പോ ആയിരിക്കാം, ഇറ്റ്സ് ഓക്കെ. യെസ്, ഓക്കെ, അത് കറക്റ്റ് ആണ്. All right. Several candidates have set off the preparation to clear HC exam. All right. Continuous failures in exam set off practicing and analyzing mock tests. My parents set off to prepare for HC exam. Revision is the first line of defense for examination. I set to watch editorial class on daily basis to improve my vocab. Right. The anchor signed off the program. All right. That's great. He sets to robust the റോബസ്റ്റ് വെർബ് അല്ലല്ലോ, റോബസ്റ്റ് ഇസ് an adjective. അപ്പൊ ഇവിടെ ടു റോബസ്റ്റ് എന്ന് പറയും. 2 + V1 അല്ലേ വരേണ്ടത്, അശ്വതി? അപ്പൊ എന്ത് പറഞ്ഞു? ഹി സെറ്റ്സ് ടു വാട്ട്? enable അല്ല strengthen the rudimentary level education. strengthen ചെയ്യാന്നാണോ? അങ്ങനെയാണെങ്കിൽ ആ മീനിങ് കൂടെ ഉണ്ടാണ് കേട്ടോ. The entire medical team is set to face the Omicron variant. Okay, great. Soumya, yes, I got it. My daughter stop അല്ലല്ലോ, stopped അല്ലേ? My daughter stopped short. കേട്ടോ. പ്രവീണ, ഓക്കെ, വേർബിലാണ് നമ്മൾ പാസ്റ്റ് കൊണ്ടുവരാം. ഞാൻ പറയട്ടെ, ഫ്രേസൽ വേർബിൽ ഒരു ഫ്രേസ് ഒക്കെ വരുമ്പോ നമ്മൾ എവിടെയാ പാസ്റ്റ് ടെൻസ് കൊണ്ടുവരേണ്ടത്? ഇതിനാണോ? സ്റ്റോപ്പ് ഷോർട്ട് എന്ന് പറയുന്നത് ഷോർട്ട്ലി, സൂൺ എന്നൊരു അർത്ഥം ഇല്ലേ, അതില. അപ്പൊ ഇവിടെ കൊടുക്കരുത്, ഇവിടെ കൊടുക്കാം. സ്റ്റോപ്പിൽ പാസ്റ്റ് ടെൻസ് കൊടുക്കുമ്പോൾ എവിടെ കൊടുക്കണം? ഈ വേർബിനാണ് മാറ്റം വരേണ്ടത്. വേർബാണ് റൂട്ട് വേർബിന് മാറ്റം വരണ്ടേ. അപ്പൊ എങ്ങനെ വരണം എന്നറിയോ? മൈ ഡോട്ടർ സ്റ്റോപ്ഡ് ഷോർട്ട് ക്രൈങ് ആഫ്റ്റർ ഷി ഗോട്ട് ദ ചോക്ലേറ്റ്. ഓക്കെ, then അടുത്തത്, teachers set of students who are participating in a national level debate. Okay, the protesters stopped short their 2 days strike. Okay, 2 days strike. Great, Krishna. 2 days strike. Very good. Speaker signed off the session due to the dissonance between the members. Very good. ഓർത്ത് വെച്ചോളാം. ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ്, സെറ്റ് ഓഫ്, സെറ്റ് ടു, സൈൻ ഓഫ്, സ്റ്റോപ്പ് ഷോർട്ട്, സീസ് അപ്പോൺ. ഇവിടെ എല്ലാം നിങ്ങളോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ.
നമ്മൾ എപ്പോഴും ഒരു കാര്യത്തിനെ നമ്മൾ പാസ്റ്റ് ടെൻസിലോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ, ഇഫ് യു വോണ്ട് ടു മേക്ക് ഇറ്റ് എ പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് ഫോമിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് യു മേക്ക് ദ ചേഞ്ച് ഇൻ ദ വേർബ്. റൂട്ട് വേർബിലാണ് നിങ്ങൾ മാറ്റം വരുത്തേണ്ടത്, വേറെ എവിടെയല്ല കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോളാം. Moving on to today's synonyms, antonyms and related words. നമുക്ക് നോക്കാം, related words നോക്കാം. Yeah, let me see. As a conversation with my friend turned hostile, I immediately set it off. Okay. Some girls stop short their education after marriage. All right. Okay. He stopped short his preparation for exam. Okay. The performers set to dance, but they stopped short due to technical issue. Okay. പറയാം തോംസി, പറയാം. സീസിങ് അപ്പോൺ പറയാം. സീസ് അല്ലേ നമ്മുടെ മെയിൻ വേർബ്. അപ്പൊ അത് സീസ്ഡ് അപ്പോൺ പറയും, സീസിങ് അപ്പോൺ പറയും. നോ ഇഷ്യൂസ്. വേർബ് സീസാ. സീസിന് ing കൊടുക്കാം, ed ഫോം കൊടുക്കാം. നോ ഇഷ്യൂ. ദാറ്റ്സ് റൈറ്റ്. ഓക്കെ. ദ സ്റ്റോപ്പ് ഷോർട്ട് ഓഫ് ഇൻഫ്ലേഷൻ. അങ്ങനെ പറയില്ല ശരത്. സ്റ്റോപ്പ് ഷോർട്ട് എന്ന് പറഞ്ഞത്, സ്റ്റോപ്പ് ഷോർട്ട് ഇസ് എ ഫ്രേസൽ വേർബ് ആണ്. അതിൽ നമ്മൾ അത് സബ്ജക്റ്റ് ആയിട്ടല്ല നൗൺ ആയിട്ട് കൊണ്ടുപോകല്ല ശരത്തെ, കേട്ടോ. അത് ഒന്ന് ശ്രദ്ധിക്കണേ. ഫാമിലി ഈസ് ഓൾ സെറ്റ് ടു ബിഗിൻ ആൻ adventurous trip to Himalayas. Okay. All right. The president spoke about the pandemic situation, its preventions, and signed off his speech. Okay. Preventions ന്റെ സ്പെല്ലിംഗ് കൂടെ ശ്രദ്ധിക്കണേ. പ്രിവെൻഷൻ അടുത്തതാണ്. അപ്പൊ synonym for the day, ഇന്നത്തെ synonyms നോക്കാം. Virulent. Virulent എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? Poisonous, toxic, malicious, dangerous എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. ടോക്സിക് ആണ്, ഡേഞ്ചറസ് ആണ്, പോയിസണസ് ആണ്, മലീഷ്യസ് ആണ് എന്നൊക്കെ അർത്ഥമുണ്ട്. ഇപ്പൊ ഡേഞ്ചറസ് ഒക്കെ കോമൺലി യൂസ്ഡ് വേർഡ് ആണ്. അപ്പൊ അല്ലാതെ നിങ്ങൾ പഠിച്ചു നോക്കുക. പോയിസണസ് ആയിട്ട്, ടോക്സിക് ആയിട്ടുള്ള, ഹാനികരമായിട്ടുള്ള, ഹാംഫുൾ ആയിട്ടുള്ള, മലീഷ്യസ് ആയിട്ടുള്ള എന്നൊക്കെയാണ് അർത്ഥം. ഹാംഫുൾ എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം കേട്ടോ. ഡേഞ്ചറസ്, ഹാംഫുൾ, മലീഷ്യസ് എന്നൊക്കെയാണ്. സോ വിറുലന്റ് എന്ന് പറയുമ്പോൾ ആദ്യമേ ഓർമ്മ വരും ഇറ്റ്സ് ടോക്സിക്, ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ us എന്നുള്ള അർത്ഥമാണ്. പോയിസണസ് ആണ്, മലീഷ്യസ് ആണ് എന്നൊരു അർത്ഥം. ഓക്കെ. നെക്സ്റ്റ് വൺ ഇസ് ടെൻവസ്. അതും അഡ്ജക്റ്റീവ് ആണ്, രണ്ടും അഡ്ജക്റ്റീവ് ആണ്. അഡ്ജക്റ്റീവിനെ കയറി നിങ്ങൾ വേർബിന്റെ സ്ഥാനത്ത് ഒരിക്കലും ഉപയോഗിക്കരുതേ. നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കരുത്. ചില വേർബിന് നൗൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്ന് വിചാരിച്ച എല്ലാ നൗണിനും വേർബായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ ബ്രാക്കറ്റ്സിൽ ശ്രദ്ധിച്ചു പോകണം കേട്ടോ എല്ലാവരും. സെന്റൻസ് മേക്ക് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കുക. വിരലിന്റെ അഡ്ജക്റ്റീവ് ആയിട്ട് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതുപോലെ തന്നെ ടെൻവസ് അഡ്ജക്റ്റീവ് ആയിട്ട് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ടെൻവസ് എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്. നമ്മൾ പറയില്ലേ ടെൻവസ് ചാൻസ് എന്ന് പറഞ്ഞാൽ ടെൻവസ് സ്ലൈറ്റ് ചാൻസ്. ഇൻസബ്സ്റ്റാൻഷ്യൽ പറയത്തൊക്കെയല്ല, നേരിയ ഒന്ന്. ഫ്ലിംസി നേരിയതായ, ഫൈൻ ലൈൻ ഒക്കെ പറയില്ലേ നേരിയത്. സ്ലെൻഡർ തിൻ എന്നാണ് അർത്ഥം, വളരെ തിൻ ആയിട്ടുള്ള, ഡെലിക്കേറ്റ് ആയിട്ടുള്ള, ഫ്രജൈൽ ആയിട്ടുള്ള എന്നൊക്കെയാണ് ടെൻവസ് എന്ന വാക്കിന്റെ അർത്ഥം. ഇറ്റ്സ് അഡ്ജക്റ്റീവ്. ഓക്കെ, ഓർത്തു വെച്ചോളാം. ഓക്കെ. അടുത്ത വാക്കാണ് എന്താണ്? അൺആംബിഗ്വസ്ലി. അൺആംബിഗ്വസ്ലി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആംബിഗ്വസ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ആംബിഗ്വിറ്റി, കൺഫ്യൂഷൻ എന്നൊക്കെ ഉള്ളതാണ് അല്ലെ. അപ്പൊ എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക, അതില് പ്രിഫിക്സ് നമ്മൾ ആഡ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഇറ്റ് ബിക്കംസ് നെഗറ്റീവ് അല്ലെ. പ്രിഫിക്സ് ആഡ് ചെയ്യുമ്പോൾ അത് നെഗറ്റീവ് ആയി മാറും. സോ ഇവിടുത്തെ പ്രിഫിക്സ് എന്നുള്ളത് അപ്പൊ നെഗറ്റീവ് ആയി. അപ്പൊ ആംബിഗ്വസിന്റെ നെഗറ്റീവ്. ആംബിഗ്വസ്ലി ആണെങ്കിൽ നോട്ട് ക്ലിയർലി, കൺഫ്യൂഷൻ ആണെന്നാണ്. അപ്പോ അൺആംബിഗ്വസ്ലി എന്ന് പറഞ്ഞാൽ നോട്ട് കൺഫ്യൂഷൻ അറ്റ് ഓൾ, ക്ലിയർ ആയി, ക്ലിയർലി, ഒബ്വിയസ്ലി, എക്സ്പ്ലിസിറ്റ്ലി, അപ്പാരന്റ്ലി എന്നൊക്കെയാണ് അർത്ഥം. ഓർത്തു വെച്ചോളാം. ക്ലിയർലി, എക്സ്പ്ലിസിറ്റ്ലി, ഒബ്വിയസ്ലി, അപ്പാരന്റ്ലി എന്നൊക്കെയാണ് അൺആംബിഗ്വസ്ലി എന്ന വാക്കിന്റെ അർത്ഥം. ഓർത്തു വെച്ചോളൂ കേട്ടോ. ഓൾ റൈറ്റ്. യെസ്. Okay, let me see. The president, okay. Taliban seized upon their position to demote women. Okay. The stage show immediately signed off due to heavy rain. Okay. Let's sign off the conversation and get to work. Okay. Mass manufacturing companies increase the price of mass initially seize upon the breakout of COVID-19. Never believe persons who have ill-treated you twice, as the next time they are just seizing upon you. All right. Some government employees have virulent behavior when a service asked for alla, when we ask for a service, അല്ലെങ്കിൽ when a service is asked for അങ്ങനെ കൊടുക്കും. Okay, when a service is asked for അല്ലെങ്കിൽ when asked for a service അങ്ങനെ കൊടുക്കുക. Omicron variant is virulent among other COVID variants. Yes, all right. Virulent ന്റെ സ്പെല്ലിംഗ് നോക്കിയേ. LENT ആണ്, LANT അല്ല. virulent ആണ്, virulent അല്ല. Okay, ഓർത്തു വെച്ചോളാം. Okay. Certain variety of mushrooms are virulent to health and it may lead to death. Okay, yes. China പ്രശ്നമുണ്ട്. The China പറയോ? ഇല്ല. Don't use the with a country's name. കൺട്രിയുടെ കൂടെ നമ്മൾ the China എന്ന് കൊടുക്കോ? The China എന്ന് പറയുവോ? ഒരിക്കലും പറയരുത്. ബിക്കോസ് എന്തുകൊണ്ടാ? ചൈന ഇസ് എ കൺട്രി. ഇറ്റ്സ് എന്ത് നെയിമാ? എന്താ അതൊരു പ്രോപ്പർ നൗൺ ആണ്. ചൈന ഇസ് എ പ്രോപ്പർ നൗൺ. പ്രോപ്പർ നൗണിന്റെ കൂടെ നമ്മൾ എന്ത് കൊടുക്കാൻ പാടില്ല?
ഈ പറയുന്ന ആർട്ടിക്കിൾ ഡെഫിനിറ്റ് ആർട്ടിക്കിളോ അല്ലെങ്കിൽ മറ്റേ എന്താ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസും കൊടുക്കരുത്. ദ ചൈന, ദ ഇന്ത്യ അല്ല, China, India. Okay, so that's it. I guess that is clear to you. China always want to be in power through virulent ways. Destruction of Western Ghats is virulent to nature and thus it reacts back. Okay, when in crisis, I helped her a lot, but nowadays she started seize upon. Started in the verb verb. Adinche object word started what? Started seizing upon that. Started seizing upon. Keto Kartika. Arsenic is virulent medicine. Okay, tenuous Malayalam. ടെൻവേഴ്സിന്റെ മലയാളം നേരിയത്, കൃഷ് നേരിയത്, വളരെ ലൈറ്റ് ആയിട്ടുള്ള എന്നുള്ള, സ്ലൈറ്റ് ആയിട്ടുള്ള, നേരിയത് എന്നാണ് അർത്ഥം ടെൻവേഴ്സ്. ഓക്കെ, ഓൾ റൈറ്റ്. ഫ്രം ദ പ്രസിഡൻഷ്യൽ ചെയർ ഓഫ് INC മെയ്ഡ് a virulent suggestion. ഫ്രം ദ പ്രസിഡൻഷ്യൽ ചെയർ ഓഫ് INC ആര് മെയ്ഡ്, ഹൂ മെയ്ഡ്, somebody made, അങ്ങനെ കൊടുക്കുക. somebody made a virulence അല്ല, virulent suggestion ആണ്. virulence എന്ന് പറയില്ല, virulent. Okay, virulent. Tenuous variation of output is expected in laboratory experiments. Okay, is set off എന്ന മീനിങ് പറഞ്ഞ മീനിങ്ങിലോ, സെറ്റ് ഓഫിൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, വി സെറ്റ് ഓഫ് എ ജേർണി എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ എനിത്തിങ് ഇൻ സെറ്റ് ഹിം ഓഫ് ലാഫിങ് എന്നൊക്കെ പറയാം. നിങ്ങൾക്ക് എന്നെ ക്ലിയർ ആയിട്ട് കേൾക്കാവോ? ഞാൻ ഒരു കാര്യം മറന്നുപോയി, ഞാൻ ഇപ്പോഴും ഓർത്തെ, ഞാൻ മൈക്ക് എടുത്ത് സെറ്റ് ചെയ്യാൻ മറന്നുപോയി. നിങ്ങൾക്ക് എന്നെ ക്ലിയർ ആയിട്ട് കേൾക്കാവോ? ഈസ് ദർ എനി ഡിസ്റ്റർബൻസ് ഉണ്ടോ? സൗണ്ട് ക്ലിയർ ആയി കേൾക്കാമോ? അതാ ഞാൻ ഓർത്തെ. സൗണ്ട് ഞാൻ മൈക്ക് വെച്ചിട്ടില്ലല്ലോ എന്ന്. ഓക്കെ, ഐ ഹേറ്റ് യുവർ വിറുലന്റ് നേച്ചർ. ഓക്കെ, without specific cleaning process, the vegetable from the market become virulenting. All right. Now it is unambiguous that HC exam is not going to take place in December. Yes, the CFC is virulent for us and case causes the depletion. Depletion is spelling a depletion. DEPLETION, depletion. Okay. The coordinate relationship between China and Pakistan is virulent. Okay. Gandhi's killers had virulent intentions. The accused has started his contentions ambiguously. Okay, COVID-19 is a man-made virus unambiguously. Okay, king cobra is one of the virulent among the snakes. Okay, if the industries cannot control to access virulent chemicals to the rivers, exit എന്നല്ല ഉദ്ദേശിക്കുന്ന അപ്പൊ ജീന, exist അല്ല, to exit put ഇടുക അല്ലേ, that is it. Okay, virulent thoughts are always the beginning of all ill happenings. Okay, in spite of having delivered a speech, there likes ambiguity. There is a tenuous variation in his ECG. Okay, egg has a tenuous membrane beneath the shell. Okay, as teacher accurately explained the problem, the questions were the questions കഴിഞ്ഞിട്ട് was വരുമോ, the questions അല്ലെങ്കിൽ question was unambiguous to the students, അല്ലെങ്കിൽ questions ആണെങ്കിൽ വേറെ വരും. That's a difference കേട്ടോ അഗ്ന. There is tenuous hope that AFSPA will be repealed in the light of new developments in Nagaland. Okay, insight is the best. അടുത്ത ഇൻസൈറ്റ് എത്തിയോ? ഇൻസൈറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഇൻറ്റ്യൂഷൻ, അണ്ടർസ്റ്റാൻഡിങ്, ജഡ്ജ്മെന്റ്. ലെറ്റ് മീ ഗിവ് യു ആൻ ഇൻസൈറ്റ് അബൌട്ട് ദി പ്രോബ്ലം. ഈ പ്രോബ്ലത്തെ പറ്റി ഒരു ഇൻസൈറ്റ് ഞാൻ നിങ്ങൾക്ക് തരട്ടെ, ഒരു അണ്ടർസ്റ്റാൻഡിങ് തരട്ടെ, ഒരു അറിവ്, ഒരു തിരിച്ചറിവ് തരട്ടെ. അണ്ടർസ്റ്റാൻഡിങ്, ഇൻറ്റ്യൂഷൻ, ജഡ്ജ്മെന്റ് എന്നൊക്കെയാണ് ഇൻസൈറ്റിന്റെ മീനിങ് കേട്ടോ, ഓർത്ത് വെച്ചോളാം. അടുത്ത വാക്ക് കവീറ്റ്. നമ്മൾ ഡിസ്കസ് ചെയ്ത വാക്കാണ് കവീറ്റ്. രണ്ടും നൗൺ ആണ്, ഇൻസൈറ്റ് നൗൺ ആണ്, കവീറ്റും നൗൺ ആണ്. കവീറ്റ് മീൻസ് വാർണിംഗ്, കോഷൻ, അഡ്മോണിഷൻ, എന്തോ ഒരു മുന്നറിയിപ്പ്, അതാണ്. That's what it is. അലാം, അലാമാണ്. കാര്യം എന്താ വെച്ചാൽ എന്തോ നടക്കാൻ പോകുന്നു എന്നുള്ളൊരു അലാം ബെൽസ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ അടിക്കും, അയ്യോ ഇത് ശരിയാവില്ല. ദാറ്റ് ഈസ് കവീറ്റ്. ഓക്കെ, ദാറ്റ്സ് കവീറ്റ്, ഓർത്ത് വെച്ചോളാം. ഓക്കെ, ലെറ്റ് മീ റീഡ്. The advocate told the victim to give the answers unambiguously. Okay, there are aware of virulent effects. So there are aware of virulent. They are aware ആണോ ഉദ്ദേശിക്കുന്നത്? Yes, they are aware of ഞാൻ വായിച്ചത് തെറ്റാണ്. They are aware of virulent effects of smoking, but they can't stop it. Great, Bonnie. India must seize the opportunity to improvise the relationship with Russia in the backdrop of China factor. Yes, tenuousന്റെയോ, ടെനുവസ് എന്ന് പറഞ്ഞാൽ നേരിയത് എന്നുള്ളൂ അർത്ഥം കേട്ടോ. ടെനുവസ് വളരെ നേരിയത്, ചെറുതായിട്ടുള്ള, അതായത് ലെവല് വളരെ ചെറുതാണ്,
fragile ആണ്, വളരെ എന്താ പറയുക സോഫ്റ്റ് ആണ്, ഡെലിക്കേറ്റ് ആയ എന്നൊരർത്ഥം. ദാറ്റ്സ് ഇറ്റ്. അഡ്ജക്റ്റീവായിട്ട് യൂസ് ചെയ്യാം, അഡ്ജക്റ്റീവായിട്ടാണ് യൂസ് ചെയ്യുക. ഓക്കെ. ഹർ മദർ ഇൻ ലോസ് വിർലൻ ബിഹേവിയർ ഇസ് നോട്ട് ടോളറേറ്റ് അല്ല, is not tolerable, tolerate ചെയ്യാൻ പറ്റില്ല. Okay, there is a tenuous change in the program. Okay, she tried to change his mind with her virulent talks. Okay, the spider web is very tenuous and strong substance that is stronger than iron, that of its size. Tenuous എന്നാൽ സ്ലൈറ്റ് ആണ് അല്ലേ ഉദ്ദേശിക്കുന്നത്. is very slight and strong. അങ്ങനെ പറയില്ല ഗൗതം, അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. the spider web is very tenuous, വളരെ സ്ലൈറ്റ് ആയിട്ടുള്ള, വളരെ ഫ്രജൈൽ ആണ്, ബട്ട് മെയ്ഡ് ഓഫ് സ്ട്രോങ് സബ്സ്റ്റൻസ് ദാറ്റ് ഇസ് സ്ട്രോങ്ങർ ദാൻ അയൺ എന്ന് കൊടുക്കുക, അത് കൊടുക്കുക കേട്ടോ. ambiguously we were able to hear you, but there a tenuous echo and now it's okay. All right, there a tenuous echo അല്ല കേട്ടോ വിഷ്ണു. Unambiguously we were able to hear you, but there was a tenuous echo and now it's okay. Okay, yes. Government stopped short of Silver Line project due to the underlying criticisms for several parties. Okay, yes Vishnu. During COP26 meeting, India unambiguously announced India's judgment towards climate actions. Okay, there is a tenuous change in weather forecast as compared to the previous day. The boss COVID created a sense of tension among the employees. പ്രതീക്ഷ അത് എന്താണ് നൗൺ എങ്ങനെയാന്ന് വെച്ചാൽ, രണ്ട് നൗൺ വരുവാണെങ്കിൽ തൊട്ട് മുമ്പ് വരുന്ന നൗൺ ആയിരിക്കും എന്താണ് അഡ്ജക്റ്റീവ് ആയിരിക്കും. എപ്പോഴും അഡ്ജക്റ്റീവ് വരുന്ന എവിടെയായിട്ടാണ്? നൗണിന്റെ മുൻപിലായിട്ടേ വരുള്ളൂ, നൗണിനെ ക്വാളിഫൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. Some old persons have insight and they caveat if any virulent actions are going to take place. Okay, Rintu ma'am unambiguously explains meaning of every words without leaving students with tenuous doubts. Very good. In the career guidance class, he unambiguously explained various courses and their scope. Very good. People always have an insight about the future. Okay. Meteorological department always gives department അല്ലെ സിംഗുലർ ആണ്, gives a caveat regarding climate calamities. Okay, and Mary. Okay, unambiguously there is some kind of mystery in the box. Okay, tenuous heart is always prone to anxiety. Okay, education develops one's insights which results to be good human being. Policeman policeman has given the last caveat to the thief after causing him for after quoting അല്ല കൃഷി കോട്ടിങ് വെർബിന്റെ V2 ന്റെ കൂടെ ing വരില്ല, V1 ന്റെ കൂടെ ing വരുന്നത്. അപ്പൊ എങ്ങനെ പറയണം? ദ പോലീസ് വെറും ഗിവൺ കൊടുക്കാൻ പറ്റില്ല, ഹാസ് ഗിവൺ. The policemen have given the last caveat to the thief after catching him for the third time. Okay, moving on to next one. Prevalent ആണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വൈഡ് സ്പ്രെഡ് ആണ്, റാമ്പന്റ് ആണ്, എല്ലായിടത്തും, എക്സിസ്റ്റിംഗ് എവറിവെയർ, ഇറ്റ്സ് ഫ്രീക്വന്റ് ഓർ ഇറ്റ്സ് കോമൺ, വളരെ കോമൺ ആയിട്ടുള്ളതാണ്. ഫ്രീക്വന്റ്, കോമൺ, റാമ്പന്റ്, വൈഡ് സ്പ്രെഡ് എന്നാണ് prevalent എന്ന് പറയുന്ന അർത്ഥം. Prevalent is an adjective. Okay, all right, ഓർത്ത് വെക്കണേ. അടുത്താണ് ഹെസിറ്റൻസി. ഹെസിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് എന്താ പറയാ, ഒരു മടി കാണിക്കാണ് ഹെസിറ്റേറ്റ് ചെയ്യുക. റിലക്റ്റന്റ് എന്ന ഹെസിറ്റേറ്റ് വേർബാണ്. ഹെസിറ്റൻസി നൗൺ ആണ്. ഹെസിറ്റൻസി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അൺസർട്ടനിറ്റി, ഒരു ഉറപ്പില്ല. വി ആർ അൺഷുവർ അബൌട്ട് സംതിങ്, ദാറ്റ് ഇസ് മനസ്സിലായോ? അതിനെയാണ് ഹെസിറ്റൻസി എന്ന് പറയാം. ഡൗട്ട് അല്ലെങ്കിൽ ഇൻഡിസിഷൻ, എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്തൊരു അർത്ഥം, കയ്യലപ്പുറത്തെ തേങ്ങ, ദാറ്റ് ഇസ് ഹെസിറ്റൻസി. ദാറ്റ്സ് നൗൺ കേട്ടോ. അൺസർട്ടനിറ്റി, ഡൗട്ട്, ഇൻഡിസിഷൻ. ഓൾ റൈറ്റ്, ഓർത്ത് വെച്ചോളാം. ഓക്കെ, കുറച്ച് സെന്റൻസുകൾ വിട്ടല്ലോ. യെസ്. Virulent nature of endosulfan has crippled many in Kasaragod district of Kerala. Yes, your insights regarding the law must have been tackled for the state. Okay. Unambiguously, he completed his exam. Okay. After the vaccination, there is only a tenuous uptick ആണ് കേട്ടോ. സോണിൽ ഉദ്ദേശം ഇൻക്രീസ് അല്ലേ, uptick ആണ്, uptick in COVID cases. The interrogating officer had an insight that Joe Judy was lying in the movie. Okay, yes. Teacher gave an insight to solve problems. Okay. The management gave caveat for latecomers in the company. It was unambiguous that the plane crash regarding Western Ghats, crash was an intentional killing made by the Al-Qaeda. Okay. Kasturi Rangan's report regarding Western Ghats actually flags a caveat. Okay.
The security guard gives kavit instructions. Okay. Make a kavit in case the guidelines are given. All right. In case the guidelines are not given എന്ന് കൊടുക്കുക. ഗൈഡ്ലൈൻസ് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു വാർണിംഗ് കൊടുത്തേക്ക് എന്നാണ്. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇൻ കേസ് എന്ന് പറഞ്ഞാൽ പ്രൊവൈഡഡ് കണ്ടീഷൻ കൊടുക്കുക, ഒരു കണ്ടീഷൻ എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ അതൊരു ഇൻ കേസ് എന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പ്രപ്പോസലിലെ ഫ്രേസിന് പ്രത്യേകത ഉണ്ട്. ഇൻ കേസ് ഇങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു കവിറ്റ് ഒരു വാർണിംഗ് കൊടുത്തേക്ക് എന്നാണ് കേട്ടോ ശരത് പറഞ്ഞത്. ഇൻ കേസ് ദ ഗൈഡ്ലൈൻസ് ആർ നോട്ട് ഗിവൺ എന്ന് കൊടുക്കുക. The discrimination on the basis of the all attribute is still prevalent. Okay, unambiguously we can say that daily editorial class makes the good vocabs. Okay, insight of holy books helps you to get most of the answers to your life. God is prevalent everywhere. Okay, we hope that Omicron variant don't be Allah. We hope that Omicron variant may not be or should not be prevalent one. Okay, we cannot arrest an MP as he is to become alla. To become to prevalent alla. To what? To കഴിഞ്ഞിട്ട് എന്ത് കൊടുക്കണം? To എന്ന് ഉദ്ദേശിക്കുന്നതിൽ കഴിഞ്ഞിട്ട് ഒരു adjective കൊടുക്കുക. To what to be prevalent ആണ്. ഓക്കെ, അങ്ങനെ ശ്രദ്ധിക്കുക. അതിൽ അവിടെ ഒരു adjectiveന്റെ ആവശ്യമുണ്ട്. Dowry is a curse that is prevalent in the present society. My current situation is in hesitancy. Okay, sometimes tenuous change in weather brings about the great difference in climate change in the long run. Angel's hesitant nature accounted for her failure. All right, great. Accounted for ആയിരിക്കും കറക്റ്റ്. Accounted for നേക്കാളും accounted for ആണ്. Resulted to. Extend ചെയ്യാന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്യാന്നല്ല, വ്യത്യാസം ഓർക്കണേ. എക്സ്റ്റെൻഡ് ഓരോ മീനിങ്ങും ഓർത്ത് വെച്ചോളാം. എക്സ്റ്റെൻഡ് ചെയ്യുക. It's an extend is noun. Extend is verb. And extend is adjective. ഓർത്ത് വെച്ചോണേ, ഇത് അഡ്ജക്റ്റീവ് ആണ്. EXTANT. എക്സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ സർവൈവിങ്, റിമൈനിങ്, അബൈഡിങ്, എൻഡ്വയറിങ്, ലാസ്റ്റിംഗ് എന്നൊക്കെയാണ് അർത്ഥം. റിമൈനിങ് എന്താണ്, സർവൈവിങ് എന്താണ്, അബൈഡിങ്, എൻഡ്വയറിങ്, നിലനിൽക്കുന്ന എന്നൊക്കെയാണ് അർത്ഥം. എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞാൽ ഈ എക്സ്റ്റെൻഡ്, ദിസ് ഇസ് ദ എക്സ്റ്റെൻഡ്, ലിമിറ്റ്. ദർ ഇസ് എൻ എക്സ്റ്റെൻഡ് ടു എവറിത്തിങ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതൊരു ലിമിറ്റ് ഉണ്ട് അല്ലേ, ലിമിറ്റ്, ബൗണ്ടറി, ലിമിറ്റ് ഒക്കെ. എക്സ്റ്റെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്യുക, നീട്ടി വെക്കുക അല്ലെ. എക്സ്റ്റെൻഡ് ചെയ്യുക, എന്താ, പോസ്റ്റ്പോൺ ചെയ്യുക, ഡിലേ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ പറയാമല്ലോ കുറച്ചുകൂടെ എന്താ സ്ലൈറ്റ് ചേഞ്ച് വരുത്തുക, ദാറ്റ് ഈസ് എക്സ്റ്റെൻഡ് എന്ന് അർത്ഥം. അല്ലെ, നീട്ടി വെക്കുക, ലിറ്ററൽ മീനിങ്ങിൽ നീട്ടി വെക്കുക, സ്ലൈറ്റ് ചേഞ്ച് വരുത്തുക, എനിത്തിങ്, ദാറ്റ് ഈസ് എക്സ്റ്റെൻഡ്. എക്സ്റ്റൻഷൻ എന്ന് കേട്ടിട്ടില്ലേ, ദാറ്റ്സ് ഇറ്റ്, എക്സ്റ്റെൻഡ്. ആ എക്സ്റ്റെൻഡ് ആണ് ഈ എക്സ്റ്റെൻഡ്. ഓർത്ത് വെച്ചോളാം, മൂന്ന് മീനിങ് ആണ്, ഓർത്ത് വെക്കുക. നെക്സ്റ്റ് വൺ ഈസ് സബ്സിക്വന്റ്. സബ്സിക്വന്റ് എന്ന് പറഞ്ഞാൽ ഫോളോവിങ്, കോൺസിക്വന്റ്, അടുത്തത് വരുന്നത് അല്ലെ, എൻസ്യൂവിങ്, അതിനുശേഷമുള്ളത്, സക്സീഡിങ് എന്നൊക്കെയാണ് അർത്ഥം സബ്സിക്വന്റ് അല്ലെ. ദർ ആർ സബ്സിക്വന്റ് പ്രോബ്ലംസ് ഡ്യൂ ടു ദിസ് പാൻഡമിക്. ദർ ആർ ലോട്ട് ഓഫ് സബ്സിക്വന്റ് പ്രോബ്ലംസ് ആഫ്റ്റർ ദിസ് പാൻഡമിക്. ഈ പാൻഡമിക്കിന് ശേഷം ഒരുപാട് പ്രോബ്ലംസ് വരാറുണ്ട്. ഫോളോവിങ്, എൻഡ്യൂയിങ്, സക്സീഡിങ്. സ്ട്രെയിൻ, ടെൻഷൻ, പ്രഷർ, നൗണായിട്ടും വേർബായിട്ട് ഉപയോഗിക്കാം സ്ട്രെയിൻ. ഡോണ്ട് സ്ട്രെയിൻ യുവർ സെൽഫ്, വെറുതെ സ്ട്രെയിൻ എടുക്കല്ലേ. ഡോണ്ട് ട്രൈ ഹാർഡ്, ഡോണ്ട് സ്ട്രെയിൻ, ഡോണ്ട് സ്ട്രെയിൻ ഓവർ യുവർ കരിയർ, ഡോണ്ട് സ്ട്രെയിൻ ഓവർ യുവർ അല്ലെ, സ്ട്രെയിൻ ഓവർ ദ നൈറ്റ് എന്നൊക്കെ പറയും. ഒരുപാട് നേരത്തേക്ക് ഒന്ന് സ്ട്രെയിൻ ചെയ്യരുത് എന്നൊക്കെ പറയില്ലേ, ഫോഴ്സ് ചെയ്യരുത് എന്നൊക്കെ അർത്ഥമുണ്ട്. അല്ലാതെ നമ്മൾ പറയാറുണ്ട് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ടെൻഷൻ. ഇറ്റ്സ് എ ലോട്ട് ഓഫ് സ്ട്രെയിൻ അല്ലെ. ബിസിനസ് ഇസ് എ ലോട്ട് ഓഫ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ ഭയങ്കര സ്ട്രെയിൻ ഉള്ള പരിപാടിയാണ്, ടെൻഷനാണ്, പ്രഷറാണ്, സ്ട്രെസ് ആണ് എന്നൊക്കെ അർത്ഥം. ഓർത്ത് വെച്ചോളാം. ഓക്കെ, ഓൾ റൈറ്റ്. ഓക്കെ, hesitancy towards vaccine jab is seen in most of the places, especially those who are living in rural areas. Okay, we could not follow him due to his hesitancy in words. We could not follow him due to his hesitancy in word. Okay, the indecision, doubt. Okay, all right. The online editing is an extend job. Okay, അവിടെ ഉദ്ദേശിക്കുന്ന എക്സ്റ്റെൻഡ് ജോബ് എന്താ ഉദ്ദേശിക്കുന്നത്? സർവൈവിംഗ് ജോബ്, റിമൈനിങ് ജോബ്, നിലനിൽക്കുന്ന എന്നാണോ? ഇല്ല, അത് കറക്റ്റാണ്. Prevalent knowledge in one helps you to be an expert. Okay, hesitancy may lead to dilemma. Okay, the prevailing climate changes are unambiguous caveats from the nature. Okay, there is a prevalent notion that karma is boomerang. Okay,
Since there is a hesitancy prevalent in the economy, RBI made no changes in its policies. Changes, okay. It is unambiguous that Nagaland killing was the aftermath of impunity in those areas. Yes, and very. There is always hesitancy in what I do and what I think. He is the extant victim of the war, ex-surviving. Yes, yes. The extent part of laws make me part of law അല്ലേ? അപ്പൊ പാർട്ട് എന്ന് പറയുന്നതാണ് അവിടുത്തെ സബ്ജക്ട്. അപ്പൊ ശരത്ത് എന്ത് പറയണം? The extent part of law makes me so arrogant to obey it. To obey what? To obey it. Obey എന്ന വെർബിന് ശേഷം ഒബ്ജക്റ്റ് വേണം. To obey it കൊടുക്കാം. Okay. The prevalent rumor made him strained. Okay. Yes, Vinny, that correct. The subsequent evidence is needed. ശരത്ത് എന്ത് പറയും? The subsequent evidence is needed for strong opposition in this case. Is needed. Is കഴിഞ്ഞിട്ട് needed V3 കൊടുക്കണം. കാരണം എന്തുകൊണ്ടാണ്? പാസീവായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട്. ഓക്കെ, ഇവിടെ പാസീവായിട്ടാണ് ശരത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. സംടൈംസ് മൈൻഡ് ഇസ് വെരി സ്ട്രെസ്ഫുൾ. ഓക്കെ ഓക്കെ, ക്ലിയർ ആണ് വിനീത, അത് ക്ലിയർ ആയി. അടുത്ത് നോക്കി, ബോയ്ക്കോട്ട്. ബോയ്ക്കോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കേട്ടില്ലേ? ബോയ്ക്കോട്ട് ചെയ്യുക. നമ്മുടെ ഫ്രീഡം സ്ട്രഗിളിൽ വലിയൊരു മൂവ്മെന്റ് ആയിരുന്നു ബോയ്ക്കോട്ട് ചെയ്യുക, അല്ലേ? നമ്മൾ എന്താ ബോയ്ക്കോട്ട് ചെയ്തേ? ഫോറിൻ ഡ്രസ്സസ് ഒക്കെ ബോയ്ക്കോട്ട് ചെയ്തല്ലേ? അപ്പോൾ അത് ഓർമ്മയില്ല എല്ലാവരും? ബാൻ ചെയ്യുക, വീറ്റോ, അവോയ്ഡ് ചെയ്യുക, റിജക്ട് ചെയ്യുക. അപ്പോൾ ban in the boycott is noun as well as verb. Boycott something or boycott എന്ന് പറഞ്ഞാൽ ban, veto, embargo. ban ഇല്ലേ? നിരോധനം. veto, say no to something, ഇല്ലായ്മ. embargo ഇത് തന്നെ, നമ്മളിതിന് ഇത് ഇല്ല വേണ്ടെന്ന് വെക്കുക. spurn, റിജക്ട് ചെയ്യുക വിത്ത് എ വെരി ഡിസ്കസ്റ്റിംഗ് അപ്രോച്ച്, ഡിസ്റ്റെയിൻ, ഒരു താല്പര്യമില്ലാതെ ഒരു കാര്യത്തെ റിജക്ട് ചെയ്യുന്നതിനാണ് സ്പോൺ എന്ന് പറയാം. റിജക്ഷന്റെ ഒരു മുന്തിയ ഇനത്തിനെയാണ് സ്പോൺ എന്ന് പറയാം. റിജക്ട് സെയിം മീനിങ് ആണ്. റിജക്ട് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക, റിജക്ട് ചെയ്യുക, സെയിം മീനിങ്. അപ്പൊ ഇതൊക്കെ വേർബാണ് കേട്ടോ, ഇതൊക്കെ വേർബാണ്. സ്പോൺ, റിജക്ട്, അവോയ്ഡ് ഒക്കെ വേർബാണ്. ബോയ്ക്കോട്ടിന്റെ നൗൺ ഫോർമുലേഷൻ ആണ് ഇത്. ബാൻ, വീറ്റോ, എംബാർഗോ എന്നൊക്കെ ഉള്ളത് കേട്ടോ, ഓർത്ത് വെച്ചോളാം. യെസ് യെസ്. അടുത്തത് answers the subsequent question given below. All right, great. He lost his his sleep owing to the strain in his profession. Yes. Extending obstacles makes more. ഇല്ലില്ല, അവിടെ എക്സ്റ്റെൻഡിങ് അത് വേർബ് അല്ലല്ലോ, പിന്നെ എങ്ങനെ ing കൊടുക്കാൻ പറ്റുക ദീപ? എക്സ്റ്റെൻഡ് വേർബ് അല്ല, എക്സ്റ്റെൻഡ് ഇസ് എൻ അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവിന് ing കൊടുക്കാൻ പറ്റില്ല. സർവൈവിംഗ് ഒബ്സ്റ്റക്കിൾസ് ആണോ? അത് തെറ്റാ. അവിടെ സർവൈവിംഗ് ഒബ്സ്റ്റക്കിൾസ് തന്നെ കൊടുക്കണം. റാബീസ് ഇൻഫെക്റ്റഡ് പേഴ്സൺ ഹാസ് ഹെസിറ്റൻസി ഓൺ ഓൾ ദി ആക്ഷൻ അല്ല, ഇൻ ഹെസിറ്റൻസി ഇൻ എന്തില്? ഹെസിറ്റൻസി ഇന്തില്, എല്ലാ ആക്ഷൻസിലും ഹെസിറ്റൻസി. ദി കോപ്പറേഷൻ അമംഗ് ഇന്ത്യ ആൻഡ് റഷ്യ പുട്ട് ദി US into a strained situation. All right. സ്ട്രെയിൻഡ് സിറ്റുവേഷൻ അവിടെ വരേണ്ടത് കേട്ടോ, അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ അങ്ങനെ കൊടുക്കണം. അഡ്ജക്റ്റീവ് ആയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ. The subsequent problems caused by corona made hesitancy in each and every field. Yes. Doctor strike subsequently strained the patients ആണോ? strained past tense ആണെങ്കിൽ strained അല്ലെങ്കിൽ strains. strike is singular, അപ്പൊ എന്താ കൊടുക്കുക? strains the patients. Uncertainties are existing regarding the transmission rate of Omicron variant. Uncertaintiesന്റെ സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിച്ചേ എബില. uncertainty എന്ന് കഴിഞ്ഞിട്ട് ഐ ഇല്ല. uncertainty, certainty, certain കഴിഞ്ഞിട്ട് ty മതി, ity വേണ്ട കേട്ടോ. HCയുടെ മോഡൽ ക്വസ്റ്റ്യൻസോ? ഞാൻ എൻ്റെ ടെലിഗ്രാം ഒന്ന് സെറ്റ് ആയിക്കോട്ടെ, ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തരാം കേട്ടോ. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻസ് തരാം. ഒന്ന് ടെലിഗ്രാം സെറ്റ് ആയിക്കോട്ടെ. ഫോൺ ഇപ്പോൾ ഒന്ന് റിപ്പയറിങ്ങിലാന്ന് പറഞ്ഞില്ല, ഒന്ന് ശരിയായിട്ട് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ, അത് എനിക്ക് തരാം. The news of recent helicopter crash carrying Gen Bipin Rawat has unambiguously brought the whole country to standstill. Okay. Boycott sugar. US boycotted Beijing Olympics. USA boycotted. Yes, Beijing Olympics. Yes. അതാ ഞാൻ പറഞ്ഞത്, പാർഷ്യൽ ബോയ്ക്കോട്ട് ആണെന്ന് പറഞ്ഞത്. വിമൻ ഫേസിംഗ് പ്രിവലന്റ് ഇഷ്യൂസ് among the society due to liberal law and orders. Okay. I boycotted all my interest to focus in my studies അല്ല, focus on my studies. കേട്ടോ? അശ്വതി, ഫോക്കസ് ഓൺ സംതിങ്, ഫോക്കസ് ഓൺ എന്തിന്റെ മുകളിൽ ഫോക്കസ്. അടുത്താണ് അട്രോസിറ്റി. അട്രോസിറ്റി എന്ന് പറഞ്ഞാൽ ക്രൂവൽറ്റി, ബ്രൂട്ടലിറ്റി, ബാർബറിറ്റി, ക്രൂരത. നമ്മൾ ഒരാളോട് ചെയ്യുന്ന ക്രൂരത, അട്രോസിറ്റീസ് ഓഫ് ഇന്ന ആൾക്കാർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അട്രോസിറ്റി. ഓക്കെ, നൗൺ. അടുത്താണ് ട്രാക്ഷൻ. ട്രാക്ഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഗ്രിപ്പ്, ഫ്രിക്ഷൻ, അഡിഷൻ എന്നൊക്കെയാണ് അർത്ഥം. അഡിഷൻ, ഗ്രിപ്പ്, ഫ്രിക്ഷൻ എന്നൊക്കെയാണ് അർത്ഥം. ഒരു പിടിവള്ളി എന്നൊക്കെ പറയില്ലേ, ഗ്രിപ്പ്. ദാറ്റ്സ് ഇറ്റ്. അടുത്ത നോക്കിക്കോ, അലി.
അലൈ. അലൈ എന്ന് പറഞ്ഞാൽ നോക്കി, അലൈ, അലൈസ് വേർബ് ഉണ്ട്, നൗണും ഉണ്ട്. അലൈ വിത്ത് സമ്മൺ എന്ന് പറഞ്ഞ അർത്ഥം മേർജ് വിത്ത് സമ്മൺ, ജോയിൻ സമ്മൺ, മാരി സമ്മൺ എന്നാണ് അലൈ എന്ന വാക്കിന്റെ അർത്ഥം. ഓക്കെ. എന്നാൽ അലൈ എന്ന നൗണും ഉണ്ട് കേട്ടോ. അലൈ എന്ന നൗണും ഉണ്ട്. കാരണം അലയൻസ് എന്ന് പറയില്ലേ, നമ്മൾ അലയൻസ് പറയില്ലേ, ഈ അലയൻസിന്റെ വേർബ് ഫോമുലേഷൻ ആയിട്ടാണ് മാരി എന്ന് വരുന്നത് കേട്ടോ. വേർബ് ഫോമുലേഷൻ ആയിട്ട് വരുന്നത്. എന്നാൽ അലൈ എന്ന് പറയുന്നത് തന്നെ ഒരു നൗൺ ആണ്. എന്താ അലൈ? കപ്പിൾ. ഇത് നൗൺ ആണ്. അലൈ എന്ന് പറഞ്ഞാൽ കപ്പിൾ ആണ്. സപ്പോർട്ടർ സെയിം മീനിങ് തന്നെയാണ്. ഫോളോവർ, സപ്പോർട്ടർ എന്നൊക്കെയാണ് അലൈ എന്നർത്ഥം കേട്ടോ. നൗൺ തന്നെയാണ്. അപ്പോൾ അലയൻസ് എന്നതിന്റെ വേർബായിട്ടാണ് ഈ പറയുന്ന മാരി എന്ന് വരുന്നത്. എന്നാൽ അലൈ എന്ന് പറയുമ്പോൾ മേർജ്, ജോയിൻ എന്നൊരു അർത്ഥമുണ്ട്. വേർബും ഉണ്ട്, നൗണും ഉണ്ട്. അതിന് ഓർത്ത് വെച്ചോണം കേട്ടോ. അടുത്താണ് ട്രെഡ്. ട്രെഡ് എന്ന് പറഞ്ഞാൽ വാക്ക്, സ്റ്റെപ്പ്, സ്ട്രൈഡ്, പേസ്, നടക്കുക. ദാറ്റ്സ് ഇറ്റ്, ട്രെഡ് കേട്ടോ. ഓർത്ത് വെച്ചോളാം. യെസ് യെസ് യെസ്. ഓക്കെ. India's president's veto power is the most powerful among the world nations. Okay, the India government, the Indian government, the Indian government decided to boycott all the Chinese-made products. Okay, the prevalent crisis and hesitance in the economy changes the small-scale industry to survive. Gandhi boycotted foreign goods to promote Swadeshi movement. The defense ministry should answer the atrocities caused due to the mishandled army attack at Nagaland. Okay. USA and Australia are boycotted to participate. USA and Australia boycotted എന്ന് പറഞ്ഞാൽ മതി. പിന്നെ ടു പാർട്ടിസിപ്പേറ്റ് വേണ്ട. ബോയ്ക്കോട്ട് എന്ന് പറഞ്ഞാൽ റിജക്ട് ചെയ്തു എന്നർത്ഥം. പിന്നെ അവിടെ അതിന്റെ കൂടെ ടു പാർട്ടിസിപ്പേറ്റ് എന്ന് കൊടുക്കണം. ഇങ്ങനെ കൊടുത്താൽ മതി സൗമ്യ. USA ആൻഡ് ഓസ്ട്രേലിയ ആർ ബോയ്ക്കോട്ടഡ് ബോയ്ക്കോട്ടഡ് എന്താണ്, ബീജിംഗ് വിന്റർ ഒളിമ്പിക്സ് കൊടുത്താൽ മതി. ദാറ്റ്സ് ഇറ്റ്. റിജക്ട് ചെയ്തു എന്നർത്ഥം. ദ പ്രൊട്ടസ്റ്റേഴ്സ് ബോയ്ക്കോട്ടഡ് ദി കറപ്റ്റഡ് മിനിസ്റ്റേഴ്സ് ഇൻ ഹിസ് ഹൗസ്. ഓക്കെ. The corrupted minister. Okay. Gandhi boycott. Okay. Boycott British products as a part of protest against them. British products. Okay. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. ബോയ്ക്കോട്ടിന്റെ പാസ്റ്റ് ടെൻസ് ബോയ്ക്കോട്ടഡ് അല്ലേ? ബോയ്ക്കോട്ട് തന്നെയാണ് പാസ്റ്റ്. എനിക്കൊരു ഡൗട്ട് ഇപ്പോൾ നിങ്ങൾ ചോദിച്ചപ്പോൾ എനിക്കൊരു ഡൗട്ട്. ലെറ്റ് മീ ചെക്ക് എന്നിട്ട് പറയാം. ഓക്കെ, നോക്കട്ടെ കേട്ടോ. ബോയ്ക്കോട്ടഡ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതോ ബോയ്ക്കോട്ട് തന്നെയാണോ നോക്കട്ടെ. ബോയ്ക്കോട്ട് തന്നെയാണ്. ബോയ്ക്കോട്ട് തന്നെയല്ല. ഇപ്പൊ ബ്രോഡ്കാസ്റ്റിന്റെ പാസ്റ്റൻസ്, ടെലികാസ്റ്റിന്റെ പാസ്റ്റൻസ് ടെലികാസ്റ്റ് തന്നെയാണ്, ബ്രോഡ്കാസ്റ്റ് തന്നെയാണ്. ബട്ട് ബോയ്ക്കോട്ടഡ് ആണ്. സോ അതുകൊണ്ട് ആരെ അവിടെ ക്ലിയർ ആക്കണമല്ലോ, ഒന്ന് ക്ലിയർ ആക്കണം. അവിടെ ബോയ്ക്കോട്ടഡ് കൊടുക്കണം കേട്ടോ. മുഹ്സ്ന. ഓക്കെ. ഇന്ത്യ മസ്റ്റ് ബി ഇൻ അനാർക്കി അപ്പോൺ ബോയ്ക്കോട്ടിംഗ് ദ ന്യൂസ് പേപ്പർ ആസ് വെൽ as എന്തോ ഒരു കാര്യം കൂടെ ഉണ്ടല്ലേ, അതുകൂടെ ചേർക്കണേ. പിന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ഫണി സീൻസ് ഇൻ ദ മൂവി ഈസ് തിലകൻ ബോയ്ക്കോട്ടിംഗ് ഫോറിൻ ഡ്രസ്. മൂക്കില്ല രാജ്യത്തെ വെറുമൂക്കൻ രാജാവ്. Okay, yes. Editorial classes have given great insight to both grammar and vocab sessions. Okay, great. India boycotted Chinese apps due to the sudden attack of China. Due to the dispute, the opposite team boycotted the meeting. Okay. The society boycotted dowry system. Okay. Ram's atrocity to his wife forced her to file complaint against him. Okay. Atrocity against children is a criminal offense. Okay. All right. Ali. Ali is different. ഈ അലി ഈസ് ഡിഫറെന്റ് കേട്ടോ. ഈ അലി എന്ന് പറയുന്നത് ഇതാണ്, വാലി എന്നൊരു അർത്ഥമാണ്. വാലി അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ആലി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ബ്രിട്ടീഷ് ഇതിൽ ഓരോ സ്ട്രീറ്റിന് പറയുന്ന ആലി എന്നാണ്. ഇന്ന ആലി അപ്പോഴും അങ്ങനെയാണ്. സ്ട്രീറ്റ്, ഓരോ ഇടവഴി ഓർ സ്ട്രീറ്റ്, അതിന് പറയുന്ന പേരാണ് ആലി. ഓക്കെ, ദാറ്റ്സ് ഡിഫറെന്റ്. ഓക്കെ വിഷ്ണു, അത് കറക്റ്റാണ് കേട്ടോ, കറക്റ്റാണ് വിഷ്ണു. താങ്ക് യു ഫോർ പുട്ട് ദാറ്റ് ഫോർവേഡ്. വി ഹോപ്പ് ദി കാണ്ട് അല്ല, we hope he can't see the atrocities against the poor എന്നാണോ, അതോ we hope that we can't എന്നാണോ? ശരത്ത് അവിടെ ശ്രദ്ധിക്കണേ, സെന്റൻസ് സ്ട്രക്ചർ ഒന്ന് ശ്രദ്ധിക്കണേ. we hope that we can't see അല്ലെങ്കിൽ we hope he can't see, അവന് കാണാൻ പറ്റില്ല എന്ന് കൊടുക്കുക, അത് കറക്റ്റാണ്. nowadays the atrocities facing by women's അല്ല women, കൃഷ് വിമൻ, വുമന്റെ പാസ്റ്റൻസ് ആണ് വിമൻ. അപ്പൊ അതിൽ എസ് കൊടുക്കണ്ട വീണ്ടും. വിമൻ ആർ ടു ദി എക്സ്റ്റെൻഡ്. ഓക്കെ, സോ വി മസ്റ്റ് ബോയ്ക്കോട്ട് ദിസ് കൈൻഡ് ഓഫ് സിസ്റ്റം.
ദിസ് കൈൻഡ്സ് വേണ്ട, ദിസിൻ്റെ കൂടെ കൈൻഡ്സ് വരുമില്ല. ദിസ് കൈൻഡ് ഓഫ് സിസ്റ്റംസ്, ദിസ് കൈൻഡ്, ഇത് ഈ രീതിയിലുള്ള സിസ്റ്റം. The SBT and some other banks allied with the SBI. Yes. Allied spelling നോക്കിക്കേ യമുന. He allied ALLIED. Allied. Okay. Moving on to next one. Leverage. Leverage എന്ന് പറഞ്ഞാൽ എന്താ? Grip, hold, support. Leverage എന്ന് പറഞ്ഞാൽ grip, hold അല്ലെ സപ്പോർട്ട് എന്നാണ് കേട്ടോ. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചോണേ. ഓക്കെ, അടുത്തത് ചൈനീസ് പ്രൊഡക്ട്സ് കറക്റ്റാ. ചൈനീസ് മെയ്ഡ് പ്രൊഡക്ട്സ് എന്ന് വേണം നിർബന്ധമില്ല. ചൈനീസ് പ്രൊഡക്ട്സ് കറക്റ്റ്. ചൈനീസ് എന്ന് പറയുമ്പോൾ അഡ്ജക്റ്റീവ് ആയിട്ട് അവിടെ ഉപയോഗിച്ചേക്കുന്നത്. സോ ചൈനീസ് പ്രൊഡക്ട്സ് കറക്റ്റാ തോംസി. ദ ഗൈഡ് അഡ്വൈസ്ഡ് us to be cautious as due to പറയില്ല. ബോണി എങ്ങനെ കൊടുക്കുന്നത്? ദ ഗൈഡ് അഡ്വൈസ്ഡ് us to be cautious due to heavy rain. അങ്ങ് മനസ്സിലായി. ആസ് there was no traction ഇങ്ങനെ കൊടുക്കുക. അപ്പൊ ഇതൊന്ന് തിരിച്ച് മാറ്റി എഴുതണേ. The guide advised us to be cautious as there was no traction due to heavy rain. അങ്ങനെ കൊടുക്കുക. There was no traction due to heavy rain. അങ്ങനെ കൊടുക്കുക. ആസ് കഴിഞ്ഞിട്ട് എന്ത് കൊടുക്കണം? സബ്ജക്റ്റും വേർബും കൊടുക്കണം. പിന്നെ ഡ്യൂ ടു എന്ന് പറഞ്ഞാൽ ആ പ്രപ്പോസിഷണൽ ഫ്രേസ് കൊടുക്കാൻ പാടില്ല. അതാണ് വ്യത്യാസം. അത് ബോണി ഒന്ന് റീറൈറ്റ് ചെയ്യാം കേട്ടോ. Prevalent dilemma for opening school has to pass as next generation preliminary education should never be inculcated inside doors. All right. Nowadays atrocities against women is increasing so far. Okay. My husband is my best ally. Okay. The atrocity of Hitler is still remembered in the history of the world. Okay. Yeah, treadmill. Yes, he's my ally for committing in crime. Venda. Committing crime, Madi Sharath. Committing കഴിഞ്ഞിട്ട് objective വേണം. Committing what? Committing crimes. After the operation, doctor suggested him to take a tread. Okay. The strain caused by Chinese troops in Galvan Valley and subsequent clashes revitalized the need to boycott Chinese items. Okay. Students boycott their class for decreasing fee. Okay. Atrocities of British soldiers in Jallianwala Bagh massacre will remain a scar which cannot be healed in the might of Indian people. Okay. Yesterday I dreamt being the honor. I dreamt of. എന്തിനെ പറ്റി? dreamt of. ഞാൻ dreamt എന്ന് പറഞ്ഞാൽ സ്വപ്നം കണ്ടു എന്നുള്ളൂ. അപ്പൊ പിന്നെ ഒബ്ജക്റ്റ് അവിടെ കൊടുക്കുക. I dreamt of being the honor of world's largest company after the ally with Tata Group. Okay, Bonnie? All right. Yes. Yes, Sachin. Addition. Yes. As a part of, ഞാൻ എന്താ പറഞ്ഞ നേരത്തെ, അല്ല ജോയിൻ ചെയ്യാം. That's it. ആ അർത്ഥമാണ്. ബട്ട് അല്ലെ എന്ന് പറഞ്ഞ മറ്റേ അഡീഷൻ എന്ന അർത്ഥത്തിലാണ് കൊടുക്കുന്നതെങ്കിൽ സിനോണിം ആണ് കേട്ടോ. അത് ഓർത്തോണേ. As a part of expansion, X company allied with Y company. Yes. As part of protecting women from atrocity, dowry was boycotted. It's high time we raise voices അല്ലേ ബോണി ഉദ്ദേശിക്കുന്നത്? Voices against atrocity towards animals. Yes. It's high time to boycott the dowry system from our society. All right. I'm shocked by the atrocities of this man and how his wife suffered from recurrent panics. Okay. ശ്രുതി, വിജയരത്നം പാക്കിൽ ഇത് ചെയ്യാനില്ല. എനിക്കൊരു മെയിൽ അയച്ചോളൂ, ഞാൻ എൻ്റെ ഇത് തരാം. ഓക്കെ, ടെലിഗ്രാം ID ഒക്കെ തരാം. അപ്പോൾ നമുക്ക് മറ്റതുപോലെ ഓരോ ടീച്ചേഴ്സുമായിട്ട് ഇത് ചെയ്യാം. പ്രാക്ടീസ് എല്ലാവരും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ടീച്ചേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഇത് വിജയരത്നം ഇതിലില്ല. ബട്ട് വിൽ മേക്ക് അറേഞ്ച്മെന്റ്, നോ പ്രോബ്ലം. ഇന്ത്യ ആൻഡ് എനിക്കൊരു മെയിൽ അയക്കാം, rindu.sebastian@rate@247.com. അതാണ് എൻ്റെ വെബ്സൈറ്റ്, ഒഫീഷ്യൽ മെയിൽ ID. ഓക്കെ. ഇന്ത്യ ആൻഡ് റഷ്യ അലൈ ഫോർ എന്ന് പറഞ്ഞു. അലൈ വിത്ത് അലൈ ഫോർ സം ഇന്റർനാഷണൽ അഫയേഴ്സ് റീസെന്റ്. ഓക്കെ. Yes. India is the ally of many Southeast Asian countries as a leverage in pandemic times. Okay. അടുത്താണ് ഡൗൺ ടേൺ. നോക്കിയേ, ഡൈവ്, സ്ലം, ഡിസെൻഡ്, സ്ലോപ്പ്. ഒരു ഡിക്ലൈൻ ഇല്ലേ, അതിനാണ് ഡൗൺ ടേൺ എന്ന് പറയാം. ഡൈവ്, താഴോട്ടുള്ള പോക്ക് നമ്മൾ പറയില്ലേ, ദാറ്റ് ഈസ് ഡൗൺ ടേൺ. ഓക്കെ. അടുത്താണ് അബ്യൂസ്. യു നോ വാട്ട് അബ്യൂസ് ഇസ്. നൗൺ ആയിട്ട് ഉപയോഗിക്കും, വേർബ് ആയിട്ട് ഉപയോഗിക്കും. അബ്യൂസ് എന്ന് പറഞ്ഞാൽ മിസ്യൂസ്, മിസ്ട്രീറ്റ്മെന്റ്, അനാവശ്യമായ ദുരുപയോഗം അല്ലെങ്കിൽ മിസ്ട്രീറ്റ്മെന്റ്. ഒരാളെ അബ്യൂസ് ചെയ്യാന്ന് പറയില്ലേ, അബ്യൂസ് എന്ന്, ഡ്രഗ് അബ്യൂസ്, അതുപോലെ എന്താണ് നമ്മൾ പറയില്ലേ, അബ്യൂസ് ചെയ്യപ്പെട്ടു എന്നൊക്കെ പറയില്ലേ, അത് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടു, ഡാമേജ് എന്നൊക്കെയാണ് അബ്യൂസ് എന്ന വേർബിന്റെ അർത്ഥം. ഓർത്ത് വെച്ചോളാം. ഓക്കെ. ഓൾ റൈറ്റ്. അടുത്താണ് ഡിപ്ലോമാറ്റിക്. ഡിപ്ലോമാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോൺസുൽ എന്നൊക്കെയാണ്, അംബാസഡർ എന്നൊക്കെയാണ്. സോ ഡിപ്ലോമാറ്റിക് അപ്രോച്ച് ആണെന്ന് പറഞ്ഞാൽ അംബാസഡോറിയൽ, കൗൺസിലർ, പൊളിറ്റിക്കൽ എന്നൊക്കെയാണ് അർത്ഥം. ഓർത്ത് വെച്ചോളാം. ഡിപ്ലോമാറ്റിക് എന്ന അഡ്ജക്റ്റീവിന്റെ മീനിങ് കേട്ടോ, ഓർത്ത് വെച്ചോളാം. He has always been an ally to fight against atrocities faced by the backward class in the society and stood fearlessly to boycott the virulent laws against them. Okay. Our dear ones, mental leverage.
ഡിയർ വൺസിൻ്റെ എന്നാണോ? അപ്പൊ എങ്ങനെ കൊടുക്കണം? ഡിയർ വൺസ്, വൺ കഴിഞ്ഞിട്ട് അപ്പോസ്ട്രോഫി എസ് കൊടുക്കണേ. തോംസി ഓൾവേസ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഡ്യൂറിംഗ് അൺസർട്ടൻ ടൈംസ്. ഓക്കെ, യു കാൻ സേ എനി ഡിപ്ലോമാറ്റിക് defense in court martial. The guide advised us to be cautious as there was no traction due to heavy rain. Yes, Bonnie, very good. Since he had a good leverage, he was able to overcome all his financial problems. Waves are caused by the traction of wind on ocean surface. Okay, abusive relationship should never be leveraged by any chance. അവിടെ leveraged എന്ന് പറയില്ല. Leverage എന്ന് പറയുന്ന noun ഉള്ളൂ, അതിന് verb ഇല്ല. Okay, Indian Nepal set to an ally for Kali River Agreement. Okay, I leverage my sister. അതാ പറയുക, സപ്പോർട്ട് എന്ന ഇതില്ലേ നൗൺ ആയിട്ട് ഉപയോഗിക്കുള്ളൂ കേട്ടോ, വേർബ് ആയിട്ട് ഉപയോഗിക്കില്ല. കേരള ഗവൺമെന്റ് ഗേവ് എ leverage to അട്ടപ്പാടി ട്രൈബൽ പീപ്പിൾ. ഡെമഗോഗസ് അബ്യൂസ് ക്രൗഡ്. എനിക്കതിന്റെ മീനിങ് മനസ്സിലായില്ല. അശ്വതി, അത് ക്ലിയർ ആയില്ല. സെന്റൻസ് ഒന്ന് ക്ലിയർ ആക്കി തരാമോ? ഇനി എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. ഐ ഡോണ്ട് ഗെറ്റ് ഇറ്റ് പ്രോപ്പർലി. China always act as a master leverage which help Pakistan in its action in its സ്പെല്ലിംഗ് നോക്കിയേ. അപ്പസ്ട്രോഫി എസ് വരുമ്പോൾ പ്രശ്നമുണ്ട്. അപ്പസ്ട്രോഫി അതിന്റെ ആക്ഷൻ ആണെങ്കിൽ അപ്പസ്ട്രോഫി അവിടെ വേണ്ട കേട്ടോ. ജസ്റ്റ് ഇറ്റ്സ് ആക്ഷൻസ് അഗൈൻസ്റ്റ് ഇന്ത്യ. അപ്പസ്ട്രോഫി വേണ്ട. ഇറ്റ്സിന്റെ ഷോർട്ട് ഫോം ആണ്. ഇറ്റ് ഈസിന്റെയും ഇറ്റ് ഹാസിന്റെയും ഷോർട്ട് ഫോം ആണ് ഇറ്റ്സ്. ദ ഗ്ലോബൽ മാർക്കറ്റ്സ് ഡൗൺ ടേൺ ആഫ്റ്റർ ദി ഡൗൺ ടേൺ ഇസ് നൗൺ. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഡൗൺ ടേൺ നൗൺ ആണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ടേൺ ഡൗൺ, ഡൗൺ ചെയ്യുക, റിജക്ട് ചെയ്യുക. അത് ഫ്രേസൽ വേർബാണ്. ഇത് ഫ്രേസൽ വേർബാണ് കേട്ടോ. ഡൗൺ ടേൺ, ടേൺ ഡൗൺ. ഡൗൺ ടേൺ നൗൺ ആണ്, ഓർത്ത് വെച്ചോളൂ. ഡൗൺ നൗൺ ആണ്, വേർബായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, ഐ ഗെസ് ദാറ്റ് ഈസ് ക്ലിയർ ടു യു. ഓക്കെ, this child is are only leverage to bargain on. Okay, many superior officials are abusing their power, thereby they occur corruptions in government services. Mobile phones are abused nowadays. Okay, child abuse is strictly punishable under POCSO. POSCO ആണോ? POCSO. ജീന, ഇത് തന്നെയാണ് PSC കാർ കഴിഞ്ഞ വരുത്താൻ പറ്റിയ POCSO ആക്ട്. It's not POSCO, it's POCSO. His business is going to downtown. അതാ പറഞ്ഞത്, going to downtown, തെറ്റ്. ഓക്കെ, അവിടെ ഉദ്ദേശിക്കുന്ന 2+V1 ആയിട്ടല്ല, അതുകൊണ്ട് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. വേർബായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല, വീണ്ടും പറയാണ് കേട്ടോ. ഓക്കെ, അടുത്തത്, there are no words to express my love towards your leverage to improve my vocabulary. All right, leveraging യൂസ് ചെയ്യാലോ അല്ലേ? leveraging എന്ന് പറയില്ല, അതാ ഞാൻ പറഞ്ഞത്. ING ഉപയോഗിക്കണമെങ്കിൽ അത് വേർബ് ആയിരിക്കണം. ING ആണ് ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? വേർബിന്റെ കൂടെ മാത്രം ING ഉപയോഗിക്കും. leveraging എന്ന് പറയില്ല കേട്ടോ. ലെവറേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ നൗൺ അല്ലേ? അപ്പൊ ലെവറേജിന്റെ കൂടെ നമ്മൾ എന്താ പറയാ? ING ഉപയോഗിക്കില്ലല്ലോ. ലെവറേജ് വേർബ് ആണെങ്കിൽ ഉപയോഗിക്കായിരുന്നു. ഓക്കെ, abusing of mobile phones damage our society. Okay, hacking of others computer is a type of abuse. Yes, Naga peace talks took downtown after the recent attack by army on unarmed civilians. Okay, the diplomatic relation between Trump and Modi at the time of elections are well known. Okay, diplomatic behavior officers are to be monitored. There should be a proper leverage while climbing a downtown. Okay, climbing a downtown എന്ന് പറയില്ല. ക്ലൈംബിംഗ് എന്ന് പറയുമ്പോൾ കയറ്, മുന്നോട്ട് കയറി പോവല്ലേ. അതും ഡൗൺടൗൺ തമ്മിൽ രണ്ടും വിരുദ്ധമാണ്, വരാൻ പറ്റില്ല കേട്ടോ. മൂവിങ് ഡൗൺ വൈൽ കമ്മിങ് ഡൗൺ എന്നുള്ള രീതിയിൽ അർത്ഥം വരുന്നത്, അത് തെറ്റാ. അവിടെ മൂവിങ് അപ്പാണ് ക്ലൈംബിംഗ്. Modi takes diplomatic decision for farm bill. Okay, exploitation of illiterates. Yeah, ശ്രുതി, ഞാൻ ഇന്ന് റിപ്ലൈ തരാം കേട്ടോ. ഞാൻ കണ്ടു കാണില്ല, ഐ എം സോറി. Diplomatic approach is inevitable to carry on any relationship. Diplomatic relationship between India and Russia improved after the visit of Putin. She got a leverage from her family to achieve her dream successfully. Okay, there is a downturn in the COVID cases after long days of the pandemic. His downturn started when he lost the leverage of his family. Okay, he thinks himself as a downturn man. He thinks himself as a downturn. അങ്ങനെ പറയില്ല. താഴോട്ടുള്ള വരവില്ല, സ്ലോപ്പാണ്, അതിനെ നമ്മൾ ഒരിക്കലും പറയില്ല. അത് തെറ്റാട്ടോ കാർത്തിക. Did you got an opportunity but he abused or but he abused എന്ത്? He abused the power. He abused what? അവിടെ അത് കൊടുക്കണം. വേർബ് കഴിഞ്ഞ ഒബ്ജക്റ്റീവ് ആണ് കേട്ടോ. He abused അത് കഴിഞ്ഞിട്ട് കൊടുക്കാം. The fear of COVID disease downturn the ഡൗൺടേൺ വേർബ് അല്ല, വീണ്ടും പറയുന്ന വേർബ് അല്ല ജയശ്രീ, ശ്രദ്ധിക്കാം. ഇന്ത്യ ഹാസി അപ്പൊ ഡൗൺടേൺഡ് വരില്ല. India has turned down വരും, പക്ഷെ ഡൗൺ ടേൺ വരില്ല. India has a leverage to supply vaccines to several unprivileged nations in Africa.
essay practice session with me to leverage my vocabulary. Okay, a slope സ്ലോപ്പിലൂടെ കയറാന്നോ? ഇല്ലില്ല. അത് തെറ്റാ. കയറാമെന്നൊരു അർത്ഥം ഡൗൺ ഇല്ലല്ലോ, മനസ്സിലായി? കയറാമെന്നൊരു അർത്ഥം അതിൽ വരില്ല. അല്ല, അവിടെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താ? സ്ലോപ്പ് എന്ന് പറയുന്ന കുത്തനെയുള്ളതാണോ? അല്ല, താഴ്ച എന്നാണ് അർത്ഥം. സ്ലോപ്പ് താഴ്ച, ഡൈവ് താഴ്ച, സ്ലമ്മ് താഴ്ച, ഒരു ഡിക്ലൈൻ, അതാണ് അർത്ഥം. ഓർത്ത് വെച്ചോളാം. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, വി ക്യാൻ സീ സിഗ്നിഫിക്കന്റ് ഡൗൺ ഇൻ ദ നമ്പർ ഓഫ് കോവിഡ് പേഷ്യൻസ് ഇൻ കേരള. അതാണ് കേട്ടോ ഉദ്ദേശിച്ച യമന. അങ്ങനെ പറയത്തില്ല. Even though he lost his ministerial powers, he is still capable of watching diplomatic affairs of the country. Great. Moving on. അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ ആർട്ടിക്കിളോട്ട് പോകാൻ സമയമില്ല. നമ്മുടെ ആർട്ടിക്കിൾ ഇതാ ആർട്ടിക്കിളോട്ട് എത്തി. ഓക്കെ, നമ്മുടെ ആർട്ടിക്കിൾ പിടിച്ചോളൂ. A measured response. ഓക്കെ, അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടേ. And show me some love and support, everyone. Show me some love and support. Okay, so അത് നമുക്ക് നോക്കാം. And yes. ഒരു തംസപ്പ് തന്നേ, എന്നാലല്ലേ നമുക്ക് അറിയുള്ളൂ നിങ്ങൾ ഓക്കെ ആണെന്ന്. Rivers which are a great blessing to Kerala is abused rampantly. Okay, അത് പറയാം. Prosecuted, ജിഷ്മ കറക്റ്റ് ആണ്. ഓക്കെ, ഓൾ റൈറ്റ്. എന്നാൽ പിന്നെ നമുക്ക് കാര്യങ്ങളോട് കിടക്കാം, താമസിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ നമ്മുടെ ഇതിലോട്ട് പോകാം. ഓക്കെ, ആർട്ടിക്കിൾ പിടിച്ചോ. എ മെഷേർഡ് റെസ്പോൺസ് എന്തിനെ പറ്റിയാണ്? ഒമിക്രോൺ ഷുഡ് നോട്ട് സെറ്റ് ഓഫ് പാനിക്. എന്ത് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല? ഒമിക്രോൺ എന്ത് സ്റ്റാർട്ട് ചെയ്യാൻ ഷുഡ് നോട്ട് സ്റ്റാർട്ട് അല്ലെ, കോസ് സംതിങ്. എന്തിനു വേണ്ടി കാര്യം പാടില്ല? പാനിക് മറ്റുള്ളവരിലേക്ക് കോസ് ചെയ്യാൻ പാടില്ല എന്നാ പറയുന്നത്. ഷുഡ് നോട്ട് കോസ് പാനിക് അല്ലെ, ഒരു കാരണമാകും. എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ പാനിക് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു കാരണമായിട്ട് ഒമിക്രോൺ വരാൻ പാടില്ല അല്ലെ. ഒമിക്രോൺ ഷുഡ് നോട്ട് സെറ്റ് ഓഫ്. സെറ്റ് ഓഫിന്റെ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ, സെറ്റ് ഓഫ് ജേർണി പറയും, അല്ലെങ്കിൽ കോസ് സ്റ്റാർട്ട് ഓഫ് സംതിങ്. അപ്പൊ കോസ് എന്ത്? പാനിക്കിന്റെ ഒരു തുടക്കമാകാൻ പാടില്ല, സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല എന്നാണ്. While more infectious data shows it is less virulent. While more infectious, കൂടുതൽ ഇൻഫെക്ഷ്യസ് ആണ്, പക്ഷെ ഡേറ്റ പറയുന്നു അത് ലെസ് വിറുലന്റ് ആണ്. കാര്യം ഇത് പാനിക്കിനുള്ള കാര്യം ഇവിടെ ഇല്ല, പേടിക്കേണ്ട കാര്യമില്ല. കാര്യം എന്താ വെച്ചാല് ഇൻഫെക്ഷ്യസ് ആണ്, ഒബ്വിയസ്ലി ഭയങ്കര ഇൻഫെക്ഷൻ, പെട്ടെന്ന് ആൾക്കാരിലോട് പിടിക്കുന്നുണ്ട്. എന്നാൽ പോലും ഡേറ്റ പറയുന്നുണ്ട് നേരത്തെ വേരിയന്റ്, ഡെൽറ്റ വേരിയന്റിനെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒമിക്രോൺ വേരിയന്റ് എന്ന് പറയുന്നത് ലെസ് വിറുലന്റ് ആണെന്നാണ് പറയുന്നത്. ലെറ്റ്സ് സീ. The threat posed by Omicron is tenuous, and it will still be a few weeks before a comprehensive understanding of it emerges. But what is not unambiguously is that this latest variant of the coronavirus is extremely infectious. Nearly 50 countries now have reported its presence within their borders, but insight into its effects is available only from South Africa. A primary analysis of patients in Swain district in Gauteng province of South Africa, which has been the global, പറഞ്ഞു വരുന്നതാണ് ഒമിക്രോൺ എന്ന് പറയുന്നത്. ഓതർ കൃത്യമായിട്ട് പറയുന്നുണ്ട് കൂടുതൽ ഇൻഫെക്ഷ്യസ് ആണ്, എന്ന ഡേറ്റ പറയുന്നത് ലെസ് വിറുലന്റ് ആണെന്നാണ് പറയുന്നത്. കാര്യം എന്താ വെച്ചാൽ കോവിഡിനെ പറ്റി ഒമിക്രോൺ വേരിയന്റിനെ പറ്റി ഒരുപാട് ത്രെറ്റ് അല്ലെ, ഒരുപാട് ഭീതി നമ്മുടെ എല്ലാവരുടെ മനസ്സിലുണ്ട്. പക്ഷെ അത് വളരെ ടെൻവസ് ആണ്, വളരെ സ്ലൈറ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണെന്നാണ് പറയുന്നത്. ആ ത്രെറ്റ് വളരെ സ്ലൈറ്റ് ആണ്, പേടിക്കേണ്ട ആവശ്യമുള്ള കാര്യമൊന്നുമില്ല. കാര്യം എന്താ? പക്ഷേ ആൻഡ് ഇറ്റ് വിൽ ബി സ്റ്റിൽ ഫ്യൂ വീക്സ്. ഒരു കോംപ്രഹെൻസീവ് ഐഡിയ കിട്ടുന്ന കുറച്ച് വീക്ക് കൂടെ എടുക്കേണ്ടി വരും. കാരണം എപ്പോഴും ഒരു മാസമെങ്കിലും എടുക്കണം അതിന് എത്രത്തോളം അതിന്റെ ഫുൾ എഫക്റ്റിലേക്ക് വരണമെന്നാണ് നമ്മുടെ ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നത്, എക്സ്പേർട്സ് പറയുന്നത് അങ്ങനെയാണ്. അപ്പൊ നമുക്ക് എന്താ പറയാ, ഇറ്റ്സ് നോൺ. പക്ഷെ നമുക്കൊരു കാര്യം കൃത്യമായിട്ട് ഇപ്പൊ എന്താണ് നമുക്ക് അറിയുന്നതിൽ നിന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നത്, ക്ലിയർലി അണ്ടർസ്റ്റാൻഡബിൾ എന്താണ്, എവിഡന്റ് ആയിട്ട് ഒബ്വിയസ്ലി മനസ്സിലാവുന്ന വെച്ചാൽ ഈ വേരിയന്റ് എക്സ്ട്രീംലി ഇൻഫെക്ഷ്യസ് ആണ്, നന്നായിട്ട് പടർന്ന് പന്തലിക്കുന്നുണ്ട്, ഒരുപാട് പേരിലോട്ട് പടർന്ന് പിടിക്കുന്നുണ്ട്. ഇറ്റ്സ് വൈഡ് സ്പ്രെഡ്, ഇറ്റ്സ് റാംപന്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിയർലി 50 കൺട്രീസിലോളം ഇതിന്റെ പ്രസൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് കൃത്യമായിട്ട് അവൈലബിൾ ആകുന്നത് എവിടുന്നാണ്? സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് മാത്രമാണ്. ഓക്കെ, അതിന്റെ എഫക്റ്റ് കൃത്യമായിട്ട് അറിയുന്നത് എവിടുന്നാണ്? സൗത്ത് ആഫ്രിക്കയിൽ മാത്രമാണ് നമുക്ക് അതിനെപ്പറ്റിയുള്ള ഒരു എഫക്റ്റ് എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള സാധിക്കുന്നത് കേട്ടോ. സൗത്ത് ആഫ്രിക്കയിൽ മാത്രമാണ്. ഓക്കെ, ആ സൗത്ത് ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ മാത്രമാണ് നമുക്കിത് കിട്ടുന്നത്. കാര്യം വെച്ചാൽ സ്വെയിൻ ഡിസ്ട്രിക്ട്, അതായത് ഗൗട്ടിംഗ് പ്രോവിൻസ് ഓഫ് സൗത്ത് ആഫ്രിക്കയിൽ സ്വെയിൻ ഡിസ്ട്രിക്റ്റിൽ കൃത്യമായിട്ട് ഒരു പ്രിലിമിനറി അനാലിസിസ് കിട്ടി നമുക്ക് പേഷ്യൻസിൽ നിന്ന്. ഏകദേശം ഒരു ഫസ്റ്റ് സ്റ്റേജിലുള്ള അനാലിസിസ് കിട്ടി. കാര്യം എന്താ വെച്ചാൽ ദിസ് ഇസ് ദ ഗ്ലോബൽ എപ്പി സെന്റർ ഓഫ് ഒമിക്രോൺ ലെഡ് ഫോർത്ത് വേവ്. ഒമിക്രോണിന്റെ എപ്പി സെന്റർ ആയിട്ട്
ഇവിടെയാണ് തുടക്കം എന്നാണ് പറയുന്നത്. സോ എപ്പിസെൻറ്റർ ആയിട്ട് പറയുന്നത് ഈ പറയുന്ന പ്രൊവിൻസ് ആണ്. സജസ്റ്റഡ് അതുപോലെ തന്നെ പറയപ്പെടുന്നുണ്ട് Omicron fourth alert suggests that despite its infectiousness, Omicron is less deadly than any other variants that have led the country's previous 3 waves. When 166 new admissions were analyzed, there were 10 deaths in the past 2 weeks, making up 6.6% of the 166 admissions. By comparison, the death rates as previously waived range from 17 to 23%. The major caveat, as scientists who are part of South African Medical Research Council point out, is that patterns could rapidly change in the next 2 weeks as it takes nearly a month for what? നമ്മുടെ എക്സ്പേർട്സ് പറഞ്ഞു വരുന്നതനുസരിച്ച് ഇൻഫെക്ഷൻ കൂടുതലാണെങ്കിലും ഒമിക്രോൺ എന്ന് പറയുന്നത് ലെസ് ഡെഡ്ലി ആണ്. അത്ര പേടിക്കേണ്ട, ഡെഡ്ലി എന്ന് പറഞ്ഞാൽ ഫേറ്റൽ അല്ല, പേടിക്കേണ്ട കാര്യമില്ല, ലെസ് ഡെഡ്ലി ആണ്. അതായത് മരണത്തിന് വലിയ കാരണമാകാറൊന്നുമില്ല എന്നാണ് പറയുന്നത്. മറ്റ് വേവുകളെ സംബന്ധിച്ചുള്ള മറ്റ് 3 വേവ്സ് ഇല്ലേ, വന്നുപോയിട്ടുള്ള 3 വേവ്സ് വെച്ച് നോക്കുമ്പോൾ ഇത് അത്ര പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. 166 പേരെ അഡ്മിറ്റ് ചെയ്തു, ഒമിക്രോൺ ഉണ്ടെന്ന് പറഞ്ഞ് 166 പേരെ അഡ്മിറ്റ് ചെയ്തതിൽ ടോട്ടൽ 166 പേരെ അഡ്മിറ്റ് ചെയ്തതിൽ വെറും 10 പേർക്കാണ് മരണം സംഭവിച്ചിട്ടുള്ളത്. അത് ഒരു നല്ല കാര്യം തന്നെയാണല്ലേ. വളരെ കുറവ് പേർക്ക് ഡെഡ്ലി ആയിട്ടുള്ള മരണസംഖ്യ കുറവാണ്. കാര്യം എന്താ വെച്ചാൽ അതായത് ഒരു 6.6 ഓഫ് 160 ഇത് മാത്രം ഉദ്ദേശിച്ചു 6.6% ഇത് വരുന്നുള്ളൂ. കമ്പാരിസൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 17 മുതൽ 23% വരെ ഡെത്ത് റേറ്റ് വരുന്നുള്ളൂ ഒമിക്രോണിന്. മറ്റേ ഇത് വെച്ച് നോക്കുമ്പോൾ, മറ്റ് വേവ്സ് വെച്ച് നോക്കുമ്പോൾ 17 മുതൽ 23% വരെയുള്ള ഡെത്ത് റേറ്റ് വരുന്നുള്ളൂ എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പോൾ എക്സ്പേർട്സ് പറയുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് ഉറപ്പിൽ പറഞ്ഞു നിർത്താൻ പറ്റില്ല. കാര്യം വി നീഡ് നെക്സ്റ്റ് 2 വീക്സ്, അടുത്ത 2 വീക്ക് കൂടെ നമുക്ക് ചിന്തിക്കണം. കാരണം ഒരു മന്തെങ്കിലും ഇറ്റ് ടേക്സ് നിയർലി 1 മന്ത്, കൃത്യമായിട്ട് നമുക്ക് 1 മാസമെങ്കിലും എടുക്കും for infection to reveal its worst case outcome of death, and so the current data of 2 weeks is insufficient. Trends in hospitalization too are encouraging, the scientists say. അപ്പോൾ സയന്റിസ്റ്റ് പറയുന്ന അനുസരിച്ച് ഡെത്തിന്റെ കൃത്യമായിട്ട് വേഴ്സ്റ്റ് കേസ് സിനേറിയോയിലെ ഏറ്റവും കൂടിപ്പോയാൽ എന്ത് സംഭവിക്കാം എന്നുള്ള ഡെത്തിലെ ഔട്ട്കം വരണമെങ്കിൽ ആ പറയുന്ന ലാസ്റ്റ് ഒരു 1 മന്തെങ്കിലും പിടിക്കും. കാര്യം എന്താ വെച്ചാൽ ഈ 2 വീക്ക് കൊണ്ട് നമുക്ക് എന്താ പറയുക ഡേറ്റ് കിട്ടിയ ഡേറ്റ എന്ന് പറയുന്നത് ഇൻസഫിഷ്യന്റ് ആണ്. ഒരു കൺക്ലൂഷനിലോട്ട് എത്താൻ മാത്രമുള്ള ഒരു സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് കിട്ടിയില്ല. അൺആംബിഗ്വസി എന്ന് പറഞ്ഞാൽ ക്ലിയർലി എന്നാണ് കേട്ടോ അശ്വിനി. ക്ലിയർലി, എവിഡന്റ്ലി, ഒബ്വിയസ്ലി എന്നൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഓർത്ത് നോക്കുക. അപ്പോൾ സയന്റിസ്റ്റ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റലൈസേഷൻ എടുക്കുകയാണെങ്കിൽ എൻകറേജിംഗ് ആയിട്ട് തന്നെ നമുക്ക് പോകുന്നുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ട്, പ്രോബ്ലം ഇല്ല എന്ന് പറയുന്നു. ഫൈനലി അടുത്ത ഒരു കൺക്ലൂഡിംഗ് പാരഗ്രാഫിൽ പറയാണ്, ഫൈനലി തേർഡ് പീസ് ഈസ് ദാറ്റ് overwhelming large number of those needing intensive care were unvaccinated. പക്ഷെ പ്രശ്നം എന്താണ് നമുക്കുള്ളത്? We have a problem here. What is that? And of 38 adults in COVID wards, 6 were vaccinated, 24 were unvaccinated, and 8 had unknown vaccination status. Of 9 patients with COVID pneumonia, 8 are unvaccinated. Therefore, the prevalent wisdom despite being highly പറഞ്ഞു വരുന്ന ഇതാണ്. നമ്മളിപ്പോൾ എടുത്തു നോക്കും, ഓരോരുത്തരും എടുത്തു നോക്കും. ഇപ്പം അഡ്മിറ്റ് ചെയ്ത ആൾക്കാരെ നമ്പർ മൊത്തം എടുത്തു. അപ്പോൾ നമുക്ക് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് ICUവിൽ നമ്മൾ ICUയുടെ കെയർ വേണ്ട ആൾക്കാരെ നോക്കുവാണെങ്കിൽ അവരെല്ലാവരും തന്നെ അൺവാക്സിനേറ്റഡ് ആണ്. നമ്മുടെ പ്രോബ്ലം എന്താ? വാക്സിനേഷൻ പ്രോപ്പറായിട്ട് ലഭിക്കാത്ത, വാക്സിൻ കിട്ടാത്ത അല്ലെങ്കിൽ വാക്സിനേറ്റഡ് അല്ലാത്ത ആൾക്കാരാണ് അവർ. 38 പേരെ ടോട്ടൽ എടുത്തു. നമ്മൾ 38 അഡൽട്സിന് എടുക്കുവാണെങ്കിൽ കോവിഡ് വാർഡിലുള്ള 38 പേരെ എടുത്താൽ 6 പേര് മാത്രമേ വാക്സിനേറ്റഡ് ആയിട്ടുള്ളവരുള്ളൂ. 24 പേരും മെജോറിറ്റി അൺവാക്സിനേറ്റഡ് ആൾക്കാരാണ്. അതുപോലെ ഇനി നമ്മൾ എടുക്കുവാണ്, ആൻഡ് അതിൽ 8 പേരെന്താ, ബാക്കി 8 പേരെന്താ സ്റ്റേറ്റസ് അറിയുമല്ലോ, വാക്സിനേറ്റഡ് ആണോ അൺവാക്സിനേറ്റഡ് ആണോ, ഇറ്റ്സ് ഡ്യൂബിയസ്, വി ഡോണ്ട് നോ, ഡൗട്ട്ഫുൾ ആണ്, അറിയത്തില്ല. അതുപോലെ തന്നെ 9 പേഷ്യൻസ് എടുത്തോ, കോവിഡ് ന്യൂമോണിയ പിടിച്ച ആൾക്കാരിൽ 9 പേഷ്യൻസിനെ നമ്മൾ എടുത്ത് നോക്കിക്കോ. ആ 9 പേഷ്യൻസും 8 പേരും 9 പേഷ്യൻസിൽ 8 ആൾക്കാരും അൺവാക്സിനേറ്റഡ് ആണ്. പോയിട്ട് ഒരാൾ മാത്രമേ വാക്സിൻ എടുത്തവരുള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. സോ വാട്ട് ഈസ് എ മേജർ ഇഷ്യൂ ഇൻ ഫ്രണ്ട് ഓഫ് അസ്? അപ്പോൾ ഡെസ്പൈറ്റ് ബീങ് ഹൈലി ഇൻഫെക്ഷ്യസ്, അതിൽ ഏറ്റവും പ്രോബ്ലം ഒന്ന് വാക്സിനേഷൻ. ഇറ്റ്സ് നോട്ട് ക്ലിയർ ഇഫ് those in the wards were fully or partially vaccinated. Fully vaccinated ആണോ partially vaccinated ആണോ നമുക്ക് ഒരു ഐഡിയ ഇല്ല. ഇപ്പം സിഗ്നിഫിക്കൻ്റ്ലി പ്രൊട്ടക്റ്റഡ് അഗൈൻസ്റ്റ് ഡിസീസസ് ആൻഡ് ഡെത്ത്, അവർ കൃത്യമായിട്ട് അവരെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടോ ഡിസീസിൽ നിന്ന്, ഡെത്തിൽ നിന്ന്, അതൊന്നും നമുക്ക് ഐഡിയ പോലും ഇല്ലാത്ത ഒരു ഐഡിയ. വാക്സിനേഷനാണ് നമ്മുടെ മുമ്പിലുള്ള വലിയൊരു കടമ്പ എന്നാണ് ഇവിടെ
നമ്മുടെ ഓദർ പറഞ്ഞു വരുന്നത്. പ്രശ്നം മൊത്തം വാക്സിനേഷനാണ്, വാക്സിനേഷൻ എടുക്കാത്തവരാണ്. കുറ്റം പറയാൻ പറ്റില്ല. സൗത്ത് ആഫ്രിക്കയിൽ ഇത് കേസ് എന്ന് പറഞ്ഞാൽ 65 മില്യൺ. കഴിഞ്ഞ ദിവസം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ റിസൾട്ട് USA റിസൾട്ട് അനുസരിച്ച് പറഞ്ഞു 65 മില്യൺ ആൾക്കാർ ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല, വാക്സിൻ എടുത്തിട്ടില്ല. US ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള സുപ്രീം പവറായ US 65 മില്യൺ ആൾക്കാർ വാക്സിൻ എടുത്തിട്ടില്ലെന്ന് പറയുമ്പോൾ സൗത്ത് ആഫ്രിക്ക പോലുള്ള സാധാരണ ഒരു രാജ്യത്ത് കോണ്ടിനെന്റിൽ ആൾക്കാർ വാക്സിനേറ്റഡ് അല്ല എന്ന് പറയുന്നതിൽ അത്ഭുതപ്പെടാനുള്ള കാര്യമില്ല അല്ലേ. സോ വി നോ ദാറ്റ് ആ ട്രെൻഡാണ് പ്രശ്നം. ബട്ട് വാക്സിനേഷൻ ട്രെൻഡ് ഇൻ സൗത്ത് ആഫ്രിക്ക അത്ര എൻകറേജിങ് അല്ല. എല്ലാവർക്കും ഇത് കിട്ടിയിട്ടില്ല. ഓൺലി 30% ഓഫ് ദ കൺട്രി ഹാസ് 1 ഡോസ്. 30% ആൾക്കാർക്ക് മാത്രമേ ആദ്യത്തെ ഡോസ് കിട്ടിയിട്ടുള്ളൂ, ഫസ്റ്റ് ഡോസ് ആയിട്ടുള്ളൂ, മീൻ പാർഷ്യലി വാക്സിനേറ്റഡ് ആയിട്ടുള്ളൂ. 25% ആൾക്കാർ മാത്രമാണ് ഫുള്ളി വാക്സിനേറ്റഡ് ആയിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ സൗത്ത് ആഫ്രിക്കൻ കോണ്ടിനെന്റിലോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രോബ്ലംസ് ഉള്ള ഒരു കോണ്ടിനെന്റ് ആണ്. ഇപ്പോഴും UN ഒരുപാട് കടഞ്ഞ് ശ്രമിച്ചിട്ടും എനിക്ക് തോന്നുന്നില്ല റിസോഴ്സസ് ആർ നോട്ട് റീച്ചിങ് ദർ. അവിടെ എത്തുന്നില്ല. അത് എവിടെയാണ് ഈ പോകുന്ന റിസോഴ്സ് എന്ന് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. Reports have suggested that South African government has actually had to delay vaccination because it claimed it had too much stock, underlying that problems of vaccine hesitancy or easy access for the greater part of the population was a challenge. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണ്, റിപ്പോർട്ട് പറയുന്ന അനുസരിച്ച് നമുക്ക് ഈ ഇതിന്റെ ഡിലേ വരുന്നത് എന്തുകൊണ്ടാണ്, ഡിലേ ചെയ്യേണ്ടി വന്നു. കാര്യം എന്താ വെച്ചാൽ ഒരുപാട് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഒന്ന്, ടു മച്ച് സ്റ്റോക്ക്. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോബ്ലംസ് ഒരുപാടുണ്ട്. വാക്സിൻ്റെ ഹെസിറ്റൻസി, വാക്സിൻ എടുക്കാൻ ടു മച്ച് സ്റ്റോക്ക് ഉള്ള സമയത്തും വാക്സിൻ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. വാക്സിൻ എടുക്കാൻ ഒരു ഡൗട്ട്, ആൾക്കാർക്കെല്ലാം ഒരു ഹെസിറ്റൻസി വന്നു, ഒരു ഇൻഡിസിഷൻ വന്നു. വാക്സിൻ എടുക്കണോ വേണ്ടിയോ എന്നുള്ളൊരു ഡൗട്ട് വന്നു. ഈവൻ ദോ ഈസി ആക്സസ് ഉണ്ടായിരുന്നു ഈ പറയുന്ന പോപ്പുലേഷന്. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന പോലെ വാക്സിൻ അവർക്ക് ഈസിലി ആക്സസിബിൾ ആകുക എന്ന് പറയുന്നത്, ഒരു ഗ്രേറ്റർ പാർട്ട് ഓഫ് ദ ആൾക്കാരിലോട്ട് എത്തിക്കുക എന്ന് പറയുന്നത്, പോപ്പുലേഷനിലോട്ട് എത്തിക്കുക എന്ന് പറയുന്നത് വലിയൊരു ചലഞ്ചാണ് സൗത്ത് ആഫ്രിക്ക പോലെയൊരു സ്ഥലത്ത്. അപ്പോൾ അതും ഒരു പ്രോബ്ലമാണ്. 2 പ്രോബ്ലമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന് കൺഫ്യൂഷൻ, ഡൗട്ട്. രണ്ടാമത്തത് ഇവിടെ എല്ലാവരും ഈസി accessible ആക്കുക എന്നുള്ളത് വലിയൊരു പ്രോബ്ലമാണ്. സോ ആസ് ഒബ്സർവ്ഡ് ഇൻ ദ പ്രീവിയസ് വേവ്സ്, 2-3 വേവുകളിൽ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ആയിട്ട് പറയുന്നത്, ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറയുന്നത്, ഓർ neutralizing antibodies produced as a result of prior infection or vaccination was significantly reduced when confronted with beta or delta variants. അപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ആന്റിബോഡീസ് ന്യൂട്രലൈസ് ചെയ്യും. ആന്റിബോഡീസ് ഓൾറെഡി നമ്മൾ ഉള്ളിലോട്ട് കയറി ചെന്നു വാക്സിൻ്റെ സമയത്ത് അല്ലേ, ആസ് എ റിസൾട്ട് ഓഫ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ വാക്സിനേഷൻ. ഒന്നെങ്കിൽ പ്രയർ ഇൻഫെക്ഷൻ വന്നവർ, അതായത് ഓൾറെഡി കോവിഡ് വന്നവരാണെങ്കിൽ അവരുടെ ഉള്ളിൽ ഓൾറെഡി ബോഡീസ് ഉണ്ടാവും. വൺസ് കോവിഡ് വന്നവരാകുമ്പോൾ ആന്റിബോഡീസ് ഉണ്ടാവും. അത് എൻ്റെ ഉള്ളിലുണ്ടല്ലോ, വൈറസ് ഉണ്ടല്ലോ. ആൻഡ് വാക്സിനേഷൻ എടുത്തപ്പോൾ നമ്മൾ ആന്റിബോഡിയിലല്ലേ കുത്തിവെച്ചേക്കുന്നത്. സോ അതുള്ളതുകൊണ്ട് അത് റെഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മറ്റ് വേരിയൻസിന് ഉള്ള എന്ത് ചെയ്യാൻ നമുക്ക് പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന ഒമിക്രോണെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ബീറ്റയും ഡെൽറ്റ വേരിയൻസും ഉള്ളിലുള്ളവർക്കാണെങ്കിൽ ഈ പറയുന്ന ഇൻഫെക്ഷൻസ് കുറയ്ക്കാൻ പറ്റും. ആ ഒരു കാര്യമുണ്ട് നമ്മുടെ ഉള്ളിൽ. അതാണ് ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ്. ഒന്നെങ്കിൽ വാക്സിൻ എടുക്കുക, അല്ലെങ്കിൽ കോവിഡ് വന്നിട്ടുണ്ടാവണം നേരത്തെ. അത് രണ്ടും ഇല്ലെങ്കിൽ പ്രോബ്ലം ആയി. The same appears to be the case with Omicron. ഒമിക്രോണും ഇതാണ് പ്രശ്നം. But the second line of defense, രണ്ടാമത്തെ നമ്മുടെ കയ്യിലുള്ളൊരു മാർഗം എന്ന് പറയുന്നത്, ഓർ സെല്ലുലാർ ഇമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും, ഒന്ന് ന്യൂട്രലൈസിങ് ആന്റിബോഡീസ് ആണ് നമ്മുടെ ഒരു പ്രോബ്ലം, ഒരു മെത്തേഡ്. ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ന്യൂട്രലൈസിങ് ആന്റിബോഡീസ് ആണ്. അല്ലാത്തത് രണ്ടാമത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലുള്ളതെന്ന് വെച്ചാൽ സെല്ലുലാർ ഇമ്മ്യൂണിറ്റി ആണ്. എന്താ ഈ സെല്ലുലാർ ഇമ്മ്യൂണിറ്റി നോക്കാം. അതാണ് സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസ് എന്ന് പറയുന്നത്. സോ വാട്ട് ഇസ് ഇറ്റ്? Continues to be effective from the extent evidence. സർവൈവിംഗ് എവിഡൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് എന്താണ് ഈ പറയുന്ന സെല്ലർ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതായത് ആൻഡ് ലെസൺ ഫ്രം ദ വേൾഡ് കണ്ടിന്യൂസ് ടു ബി ദാറ്റ് റാദർ ദാൻ ഫോക്കസ് ഓൺ നോവൽറ്റി ഓഫ് ഒമിക്രോൺ പുതിയതല്ലേ എന്ന് ഓർത്തിങ്ങനെ നമ്മൾ മാറിയിരിക്കുന്നതിന് പകരം ഇറ്റ് ഈസ് വൈസർ ടു ഡെവലപ്പ് ഓർ എഫേർട്സ് ടു കംപ്ലീറ്റ്ലി വാക്സിനേറ്റ് പീപ്പിൾ ആൻഡ് ദെൻ ബേസ്ഡ് ഓൺ ദ എവിഡൻസ് കൺസിഡർ ബൂസ്റ്റർ ഓർ സബ്സിക്വന്റ് ഡോസസ്. ബൂസ്റ്റർ ഡോസ് ഒക്കെ പിന്നെ ആവാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണേ, സെല്ലുലാർ ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ വാക്സിൻ എടുത്തവർക്ക് ഇമ്മ്യൂണിറ്റി കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ഈ പറയുന്ന ആന്റിബോഡീസ് ഓൾറെഡി ഇതുള്ളവർക്ക്, ഈ പറയുന്ന പ്രയർ ഇൻഫെക്ഷൻ ഒക്കെ വന്നവർക്കാകുമ്പോൾ കുഴപ്പമില്ല. അത് 2 ഡിഫൻസ് നമ്മുടെ മനസ്സിലുള്ളൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസ് ആയിട്ട് മാത്രം ഈ ബൂസ്റ്റർ ഡോസിലോട്ട് കൊണ്ടുവന്നാൽ മതി. ബൂസ്റ്റർ ഡോസ് നമ്മൾ രണ്ടാമനാണ്. ആദ്യത്തെ പ്രയോറിറ്റി എന്താണ്? വാക്സിനേഷൻ, ഫുൾ വാക്സിനേഷൻ അതിനുശേഷം ബൂസ്റ്റർ ഡോസ് എന്നാണ് ഓദർ പറയുന്നത്. ദാറ്റ്സ് എ സെക്കൻഡ് വൺ. നമ്മുടെ ഉള്ളിലുള്ള ആദ്യത്തെ ലൈൻ ഓഫ് ഡിഫൻസ് ഇസ് ഫുൾ വാക്സിനേഷൻ, നെക്സ്റ്റ് വൺ ഇസ് ബൂസ്റ്റർ ഡോസ് എന്ന് ഓദർ പറയാണ്. ആൻഡ് ഇറ്റ് ഇസ് അനലിറ്റിക്കൽ ആയിട്ടുള്ള ഒരു കൃത്യമായിട്ട് അനലിറ്റിക്കലായിട്ട് ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു ടോണിലാണ് അദ്ദേഹം ഇന്നത്തെ റൈറ്റപ്പ് എഴുതിയേക്കുന്നത്. ഐ ഗെസ് ദാറ്റ് ഇസ് ക്ലിയർ ടു യു. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റിൻ കവീറ്റ് എന്ന് പറയുന്നത് വാർണിംഗ്, അലാം എന്നൊക്കെ പറയും. ഓക്കെ,
Okay, so spot the request നോക്കിക്കോ. Perhaps it had been prescient or of former Australian skipper Steve Wolf to refer to India as a final frontier 2 decades ago. Okay, ഇവിടെ ഏതാണ്? ഫെബ് ആവാൻ ചാൻസ് ഉണ്ടോ എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. ലച്ചു കാര്യം വെച്ചാൽ ചിലപ്പോൾ ജാനിൽ വരാം. അതുകൊണ്ട് നമുക്ക് ചാടിക്കേറി ഫെബ് ആവുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ലെറ്റ്സ് ഫോക്കസ് ഫസ്റ്റ് വീക്ക് അല്ലെ സെക്കൻഡ് വീക്ക് ഓഫ് ജാനിൽ വരുമെന്ന് വിചാരിക്കാം. ഓക്കെ, ഒന്ന് പറഞ്ഞേ. ഇവിടുത്തെ എറർ എന്താന്ന് പറഞ്ഞേ? ഈ സെൻസ് എറർ ഇന്നലത്തെ ആണേ. പറയൂ ആൻസർ പറയൂ. ഇവിടെ ഓക്കെ, വേറെ ഒന്നും ഓർക്കണ്ട. എഗോ കണ്ടാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, സിമ്പിൾ പാസ്റ്റിലേ വരത്തുള്ളൂ, വേറെ ഒരു നിർബന്ധമില്ല. സിമ്പിൾ പാസ്റ്റിലേ വരത്തുള്ളൂ എഗോ കണ്ടാൽ. അപ്പൊ നോക്കിയേ, ഇറ്റ് ഹാഡ് ബീൻ പ്രസന്റ് എന്ന് വരുമോ? ഇല്ല. ഇറ്റ് ഹാഡ് ബീൻ അല്ല, ഇറ്റ് വാസ് പ്രസന്റ് വരും. ദാറ്റ്സ് ഇറ്റ്. എഗോ കണ്ട സിമ്പിൾ പാസ്റ്റ്, അത് മനസ്സിൽ വെച്ചോണം. പെർഹാപ്സ് ഇറ്റ് വാസ് പ്രസന്റ്. പ്രസന്റ് എന്ന് പ്രഡിക്റ്റീവ് കേട്ടോ. ആൻസർ എന്താ? പ്രഡിക്റ്റീവ്. Predictive of former skipper Steve Wolf to refer to India as a final frontier 2 decades ago. That's it. Moving on, അടുത്തത് ഇന്നത്തെ ക്വസ്റ്റൻ ഇതാണ്. These games, she argued, cannot be treated as such because of China's human rights abuses and atrocities in Xinjiang. Okay? Xinjiang. Okay. These games, she argued, cannot be treated as such because of China's human rights abuses and atrocities in Xinjiang. Yeah, പറയാം. അതാണ് നിങ്ങളുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ടേക്ക് എ സ്ക്രീൻഷോട്ട്. ആൻഡ് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറയാനുണ്ട്. അഡാ 24/7 ആപ്പ് നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ക്വിസസ്, മോക്ക് ടെസ്റ്റുകളൊക്കെ ഡെയിലി കിട്ടും. അതൊന്ന് ഞാൻ നാളെ അടുത്ത ദിവസം ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ആപ്പിന്റെ കിട്ടുന്നുള്ള പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ള കാണിച്ചു തരാം. ഓക്കെ, സോ ജോയിൻ us on our Telegram channel, Kerala PSC Short Selection. Thank you so much for your live participation and your your contribution, your words, your sentences. Thank you so much. And നമ്മുടെ ലൈവിൽ വരാതെ റെക്കോർഡിംഗ് കാണുന്നവർക്കും താങ്ക് യു. ടേക്ക് കെയർ. ആൻഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കോമെന്റ് സെക്ഷൻ നിങ്ങളുടെ കോമെന്റ്സ്, അതുപോലെ സജഷൻസ്, ആൻസേഴ്സ് ഒക്കെ പോസ്റ്റ് ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിലും പോസ്റ്റ് ചെയ്യാം. Share it among your friends, family members, മറ്റ് aspirants. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. അഡാ 24/7 ആപ്പിന്റെ കാര്യം മറക്കണ്ട കേട്ടോ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ആൻഡ് ടേക്ക് കെയർ.